മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. തുടങ്ങാം. ശനിയെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്, ശരിയല്ലേ? ശനിയെ കുറിച്ച് കുറച്ച് പഠിച്ചു, ഇനി ബാക്കി കുറച്ചുകൂടെ ഉണ്ട്. കഴിഞ്ഞിട്ട് മകരലഗ്നം പഠിക്കാം. നമ്മൾ പറഞ്ഞതുപോലെ സാധാരണയായിട്ട് മറ്റ് ഗ്രഹങ്ങളെ പഠിക്കുന്നത് പോലെ ശനി ഓരോ രാശിയിൽ നിന്നാലുള്ള ഫലം, ശനിക്ക് മറ്റ് ഗ്രഹങ്ങളുമായിട്ടുള്ള യോഗം വന്നാലുള്ള ഫലം, ശനിയുടെ പാപഫലം പഠിച്ചു. അദൃഷ്ടാർത്ഥോ രോഗി മദനവശകോ അത്യന്തമലിന ശിശുത്വ പീഡാർത്ഥ സവിത്രസുതലേഖ്ന് അത്യാലസവ ഗുരുസ്വർഷ ഉച്ചസ്ഥ നിർബർദ്ധ സദൃശോ ഗ്രാമപുരഭാഗ സുവിദ്വാൻ ചാർവങ്കോ എന്ന് പഠിച്ചു. ഇനി ശനി ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാലുള്ള പ്രത്യേകത. ആദ്യം ശനി ബുധനുമായിട്ട് ബന്ധപ്പെട്ടാൽ എന്ന് വെച്ചാൽ, ഇവിടെ ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ പല രീതിയിലും പറയാം. ശനിയും ബുധനും കൂടി ഒരുമിച്ച് നിന്നാലും, പരസ്പരം ദൃഷ്ടി വന്നാലും, ശനിയും ബുധനും കൂടി പരിവർത്തനം വന്നാലും ഇതൊക്കെ പറയാമെന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ ആചാര്യന്മാർ പറയാറുണ്ട്. ഇപ്പോൾ ശനിയും ബുക്കിൽ പറയുന്നത് ദ്വിഗ്രഹ യോഗം എന്നാണ്. ശനിയും ബുധനും കൂടി ഒരുമിച്ച് നിന്നാൽ, അങ്ങനെ ഒരുമിച്ച് നിൽക്കണമെന്നുള്ള നിർബന്ധമില്ല. ഒരുമിച്ച് നിൽക്കുക, പരസ്പരം ദൃഷ്ടി വരിക. ശനി ബുധനെ വീക്ഷിക്കണം, ബുധൻ ശനിയെ വീക്ഷിക്കണം. പരിവർത്തനം വരിക, ബുധന്റെ രാശിയിൽ ശനി, ശനിയുടെ രാശിയിൽ ബുധൻ. ഇങ്ങനെ എങ്ങനെ വന്നാലും പറയാം. എല്ലാ ഗ്രഹത്തിനും അങ്ങനെ തന്നെ. അങ്ങനെയാണ് ആചാര്യന്മാർ ഫലം പറയുന്നത്. വന്നു കഴിഞ്ഞാൽ ബുധനും ശനിയും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ മായാപടുല്ലംഘ എന്ന് പറയും. മായാപടുല്ലംഘ, മായാപടു, പരവഞ്ചനയിൽ താല്പര്യമുണ്ടാകുമെന്നാണ്. അത് ഏത് പാവവുമായിട്ട് ബന്ധപ്പെടുന്നു ആ പാവത്തിനെ ബാധിക്കും. അങ്ങനെയാണ് എടുക്കേണ്ടത്. മായാപട് ഉല്ലംഘ, മായാപട് ഉല്ലംഘ, മൃദുന മായാപടുല്ലംഘ എന്ന് പറയും. ഇത് വരുന്നത് ദ്വിഗ്രഹ യോഗം 14-ാമത്തെ ചാപ്റ്റർ. 14-ാമത്തെ ചാപ്റ്ററിൽ 4-ാമത്തെ ശ്ലോകത്തിൽ വരും. 14-ല് 4, 14-ല് 4ആണ്. മൃദുന മായാപടുല്ലംഘ, മായാപടു, മായാപടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരവഞ്ചന. മൃദുന മായാപടുല്ലംഘ 4-ാമത്തെ ശ്ലോകത്തില് 2-ാമത്തെ വരി അവിടെയാണ് വരുന്നത്. പിന്നെ ഇനി ബുധനും ശനിയും കൂടി ഒരുമിച്ച് 7-ല് വന്നാൽ അത് വരുന്നത് കോരയുടെ സ്ത്രീ ജാതകത്തിലാണ് വരുന്നത്. കോരയുടെ സ്ത്രീ ജാതകത്തിൽ ഇത് ഇപ്പൊ പറഞ്ഞത് കോരയില് 14-ല് 4-ല് 2-ാമത്തെ ലൈൻ. ഇനി പറയുന്നത് കോരയില് സ്ത്രീ ജാതകം എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ ജാതകത്തില് 22-ല് 8-ാമത്തെ പ്രമാണത്തിൽ വരും. 22-ല് 8-ാമത്തെ പ്രമാണത്തില് ക്ലീബെ ഹസ്തസ്ഥേ ബുധമന്നയോ, 8-ല് 2-ാമത്തെ ലൈൻ, അതും 2-ാമത്തെ ലൈൻ തന്നെ. ക്ലീബെ ഹസ്തസ്ഥേ ബുധമന്നയോ, ബുധനും ശനിയും കൂടെ ഒരുമിച്ച് 7-ല് വന്നാൽ, അവിടെയും ബുധനും ശനിയും കൂടി ഒരുമിച്ച് ലഗ്നത്തിൽ നിന്നാലും മതി. ബുധനും ശനിയും കൂടി ഒരുമിച്ച് ലഗ്നത്തിൽ നിന്നാൽ എവിടെ ദൃഷ്ടി വരും ഒന്ന് പറഞ്ഞു നോക്കണം. 7-ല്.
അപ്പോൾ ബുധനും ശനിയും കൂടി 7-ല് വന്നാൽ, അപ്പൊ 7-ാം ഭാവത്തിനെ കുറിച്ച് പറയുന്നിടത്താണ് പറയുന്നത്. പറയുമ്പോൾ ശൂന്യേ കാ പുരുഷോ അബലെ അസ്തപവനെ സൗമ്യഗ്രഹ ആവീക്ഷിതേ ചരഗ്രഹേ നിത്യം പ്രവാസാന്യത മൃദുന ക്ലീബെ അസ്തസ്തേ ബുധമന്നയോ എന്ന് പറയുന്നത്. ബുധനും ശനിയും കൂടി ഒരുമിച്ച് 7-ല് വരിക, അല്ലെങ്കിൽ ബുധനും ശനിയും 7-ല് ദൃഷ്ടി പതിച്ചാലും മതി. ബുധനും ശനിയും കൂടി 7-ല് വരിക, അല്ലെങ്കിൽ 7-ല് ദൃഷ്ടി പതിക്കുക. 7-നെ ബാധിക്കണം, അത്ര തന്നെ. രണ്ടും കൂടെ ഒരുമിച്ച് വരണം. ബുധൻ മാത്രം നിന്നിട്ട് കാര്യമില്ല, ശനി മാത്രം നിന്നിട്ടും കാര്യമില്ല. ബുധൻ നിന്നിട്ട് ശനി വീക്ഷിച്ചാലും മതി, ശനി നിന്നിട്ട് ബുധൻ വീക്ഷിച്ചാലും മതി, ബുധനും ശനിയും കൂടി ഒരുമിച്ച് നിന്നാലും മതി, ബുധനും ശനിയും വീക്ഷിച്ചാലും മതി. എങ്കിൽ ഭർത്താവ് ക്വാളിറ്റി ഇല്ലാത്തവനായിരിക്കും, അല്ലെങ്കിൽ ഷണ്ണനായിരിക്കും എന്നാണ് പറയുന്നത്. അത് ഒന്നുകിൽ ആ സ്ത്രീ അങ്ങനെ വരാം, അല്ലെങ്കിൽ പുരുഷൻ വരാം. ഇതാണ് കണ്ടുവരുന്നത്. നമ്മൾ പഠിച്ചു പോകുമ്പോൾ പ്രാക്ടിക്കബിളായിട്ട് കണ്ടുവരുന്നതും കൂടി അറിഞ്ഞിരിക്കണം. ഓരയിൽ പറയുന്ന സ്റ്റാൻഡേർഡായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. മൃദുന മായാപ്പടുല്ലംഘക ഒരിടത്ത് പറയുന്നുണ്ട്. പരവഞ്ചനയിൽ താല്പര്യമുണ്ടാകും, അല്ലെങ്കിൽ ഏത് ധർമ്മവും ചെയ്യും, അല്ലെങ്കിൽ വ്യക്തമായ ധർമ്മം ഉണ്ടാകൂല എന്നൊക്കെ പറയാം. ബുധനും ശനിയും കൂടി ഒരുമിച്ച് നിന്നാൽ ഏത് പരവഞ്ചനയിൽ താല്പര്യമുണ്ടാകും, വ്യക്തമായ ധർമ്മം ഉണ്ടാകൂല, അല്ലെങ്കിൽ ഏത് ധർമ്മവും ചെയ്യുക. ഏത് ധർമ്മവും ചെയ്യുക എന്ന് വെച്ചാൽ അർത്ഥം വ്യക്തമായ ധർമ്മം ഉണ്ടാകൂല എന്ന് തന്നെ. ഒന്നുകിൽ വ്യക്തമായ ധർമ്മം ഉണ്ടാകൂല എന്ന് പറയാം, അല്ലെങ്കിൽ ഏത് ധർമ്മവും ചെയ്യുമെന്ന് പറയാം, അല്ലെങ്കിൽ പരവഞ്ചനയിൽ താല്പര്യം. ഇത് രണ്ടും കൂടി 7-ല് വരിക, അല്ലെങ്കിൽ 7-ല് ദൃഷ്ടി വരിക എങ്കിൽ തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ താൻ രണ്ടിൽ ആരെങ്കിലും ഒരാൾ അങ്ങനെയാണ് കണ്ടുവരുന്നത്. നമ്മൾ പ്രാക്ടിക്കബിളായിട്ട് കണ്ടുവരുന്നത് ഒന്നുകിൽ ആ വ്യക്തി, അല്ലെങ്കിൽ വ്യക്തിയുടെ കൗണ്ടർ പാർട്ട്, വ്യക്തിയുടെ കളത്രം. ഒന്നുകിൽ ആ വ്യക്തി അല്ലെങ്കിൽ വ്യക്തിയുടെ കളത്രത്തിന് ലൈംഗിക ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ താല്പര്യം ഉണ്ടാവില്ല. അത് ഉറപ്പാണ്. നമ്മളങ്ങനെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ലൈംഗിക ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ താല്പര്യം ഉണ്ടാവില്ല. ഒന്ന് മൃദുന മായാപ്പടുല്ലംഘക, ഇനി ഒന്ന് ക്ലീബെ അസ്തസ്തേ ബുധമന്നയോ. ഇതിനങ്ങനെ അങ്ങ് പഠിക്കണം. ഒരു കാര്യവുമില്ല, ഒരു വലിയ പാഠൊന്നുമില്ല. ഈ വാക്കിനെ എങ്ങനെ പഠിച്ചിരുന്നാൽ നമ്മളൊരു പൊതുവേദിയിലൊക്കെ ഇന്ന് സംസാരിക്കുന്ന സമയത്ത് നല്ല ക്ലാരിറ്റി ആയിരിക്കും. കാരണം കോര വായിച്ചിട്ടുണ്ട് എന്നുള്ള എൻ്റെ പരമാർത്ഥമായ തെളിവാണ്. മൃദുന മായാപ്പടുല്ലംഘക, അല്ലെങ്കിൽ എന്തോന്ന് പറയുക, ക്ലീബെ അസ്തസ്തേ ബുധമന്നയോ. അവിടെ കേൾക്കുന്നവർക്ക് മനസ്സിലാകും ഇത് കോരയിൽ വരുന്നതാണ്, ഇവിടെ നിന്ന് വരുന്നു എന്നുള്ളതും കൂടി അറിഞ്ഞിരുന്നാൽ നല്ലത്. ഇനി ശനിയും ശുക്രനും കൂടി ഒരുമിച്ചാൽ എന്ത് പറയാം? ഇതൊക്കെ നല്ലതല്ല. ഈ ശനിയുമായിട്ട് യോഗം വരുന്ന ഗ്രഹങ്ങളൊന്നും നല്ലതല്ല. അസിത സിത സമാഗമേ അല്പചക്ഷു യുവതി സമാശ്രയ സംപ്രവൃത്തവിത്ത എന്ന് പറയുന്നത്. അത് പഠിക്കാൻ ഇത്തിരി പാടാണ്, അതുകൊണ്ട് ശ്ലോകം പഠിക്കണമെന്നുള്ള നിർബന്ധമല്ല, പഠിക്കാൻ ഇത്തിരി പ്രയാസമാണ്. അസിത സിത സമാഗമേ അല്പചക്ഷു യുവതി ജനാശ്രയ സംപ്രവൃത്ത വിത്ത എന്ന് പറഞ്ഞാൽ അസിതനും സിതനും ശുക്രനും ശനിയും കൂടി ഒരുമിച്ചാൽ അല്പചക്ഷു, ചക്ഷസ് എന്ന് വെച്ചാൽ കണ്ണ്, ചെറിയ കണ്ണായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിന് എങ്ങനെ ഇന്റർപ്രിട്ടേഷൻ നടത്താം? ചൊവ്വയും ഇല്ല ശനിയും ശുക്രനും കൂടി ഒരുമിച്ചാൽ അല്പചക്ഷു, ചെറിയ കണ്ണ്. ചെറിയ കണ്ണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കാം? അതിനെ മീൻ ചെയ്യുമ്പോഴും മീനിങ് എങ്ങനെ എടുക്കാം? ചെറിയ കണ്ണ് എന്നുള്ളതിനെ എങ്ങനെ എടുക്കാം? എല്ലാത്തിനെയും കാണുമ്പോഴത്തേക്ക് വ്യക്തമായി കാണാതെന്ന് പറഞ്ഞാൽ കുറച്ച് കാണുക, അതിന്റെ അർത്ഥത്തിന്റെ ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലാത്ത അതായത് ഒരു ദൂരക്കാഴ്ച ഇല്ലായ്മ, അത് തന്നെയാണ്. ഒരു ദീർഘവീക്ഷണക്കുറവ്, അങ്ങനെ എടുക്കണം. അങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. അല്ല കണ്ണ് ചെറുതായിരിക്കും എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല, അതിനൊരു വലിയ അർത്ഥമില്ല. ദീർഘവീക്ഷണക്കുറവ് അത് തന്നെയാണ് ദൂരക്കാഴ്ച ഇല്ലായ്മ. ഒരു ഏതൊരു കാര്യവും എടുക്കുമ്പോൾ
ഒരു ലാഘവത്തോടു കൂടി എടുക്കുക, വലിയ വളരെ ഒരു എന്തു പറയുക, സീരിയസ്നെസ് ഇല്ലാതെ എടുക്കുക, വളരെ സീരിയസ് ഇല്ലാതെ, ദൂരക്കാഴ്ച ഇല്ലാതെ, അല്ലെങ്കിൽ ദീർഘവീക്ഷണക്കുറവ് എന്നെടുക്കുന്നതാണ് നല്ലത്. അല്ലാതെ ചെറിയ കണ്ണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, ദീർഘവീക്ഷണക്കുറവ് എന്നെടുക്കണം. പിന്നെ യുവതി സമാശ്രയ സംപ്രവൃത്ത വിത്ത്, നല്ലതായി വർദ്ധിച്ച യുവതികളിൽ നിന്ന് നല്ല വർദ്ധിച്ച ധനം കിട്ടും എന്നും പറയുന്നു. ഒരു നല്ല പോയിന്റ്. അത് ശുക്രനെ വെച്ചിട്ട് പറയുന്നതാണ്. ശുക്രൻ യുവാക്കന്മാരുടെ കാരകത്വം ശുക്രനാണ്. സ്ത്രീ സംബന്ധമായ കാര്യമൊക്കെ ശുക്രനെ വെച്ച് പറയാം. യുവതി ജനാശ്രയ സംപ്രവൃത്ത വിത്ത ധനം, നല്ലതായി വർദ്ധിച്ച ധനം, യുവതികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ത്രീ സേവയുമായി ബന്ധപ്പെട്ട്, സ്ത്രീകളുമായിട്ടോ സ്ത്രീ സേവയുമായി ബന്ധപ്പെട്ടോ വർദ്ധിച്ച ധനം ഉണ്ടാകും. സ്ത്രീകളുമായിട്ടോ സ്ത്രീകളെ സേവിച്ചോ വർദ്ധിച്ച ധനം ഉണ്ടാകും. ഇപ്പോ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഭാര്യ വീട്ടിൽ നിന്ന് വല്ലതും കൂടുതൽ കിട്ടിയാൽ മതി. അല്ലെങ്കിൽ അമ്മയുടെ സ്വത്തോ സഹോദരിയിൽ നിന്നോ അമ്മയിൽ നിന്നോ മറ്റ് സ്ത്രീകളിൽ നിന്നോ ഒക്കെ ഉള്ള ധനങ്ങൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവാം. അത് നമുക്ക് എവിടെ നിന്ന് വരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. അത് ജാതകമൊക്കെ നോക്കി പാവങ്ങളൊക്കെ നോക്കിയെടുത്തേ പറയാൻ പറ്റുള്ളൂ. അസിത സിത സമാഗമേ, അസിത സിത സമാഗമേ അല്പചക്ഷു. ഇവിടെയും ശനിയും ശുക്രനും ഒരുമിച്ച് നിന്നാൽ മതി, പരസ്പരം ദൃഷ്ടി ചെയ്താൽ മതി, പരിവർത്തനം വന്നാലും മതി, അങ്ങനെ വന്നാലും മതി. യുവതി സമാശ്രയ സംപ്രവൃത്ത, യുവതി സമാശ്രയ സംപ്രവൃത്ത വിത്ത് എന്ന് വെച്ചാൽ ധനം. യുവതികളുമായിട്ട് സ്ത്രീകളുമായിട്ടുള്ള ധനം, സ്ത്രീകളിൽ നിന്ന് വർദ്ധിച്ച ധനം കിട്ടുകയോ സ്ത്രീ സേവയിൽ നിന്ന് വർദ്ധിച്ച ധനം കിട്ടുകയോ ചെയ്യാം. സ്ത്രീകളിൽ നിന്ന് കിട്ടാം, അല്ലെങ്കിൽ സ്ത്രീകളെ സേവിക്കുന്നതിൽ നിന്ന് കിട്ടാം. അതെങ്ങനെയെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ പറയുന്നുണ്ട്. ശുക്രനും ശനിയും കൂടി ഒരുമിച്ചാൽ ദീർഘവീക്ഷണക്കുറവ് അല്ലെങ്കിൽ ദീർഘവീക്ഷണക്കുറവിന്റെ ലക്ഷണം പ്രകടിപ്പിക്കാം. അല്ലെങ്കിൽ കാര്യങ്ങളെ ഗൗരവത്തിൽ എടുക്കാതിരിക്കുകയോ ദീർഘവീക്ഷണക്കുറവോ പ്രകടിപ്പിക്കാം. സ്ത്രീകളിൽ നിന്നോ സ്ത്രീ സേവയിൽ നിന്നോ വർദ്ധിച്ച സമ്പാദ്യം ഉണ്ടാകാൻ ഇടവരും. അസിത സിത സമാഗമേ അല്പചക്ഷു യുവതി സമാശ്രയ സംപ്രവൃത്ത വിത്ത. ഇതൊക്കെ ശ്ലോകം പഠിക്കാൻ പാട്. പീസായിട്ട് വരുന്ന ചെറിയ 2 വാക്കിലൊക്കെ വരുന്നത് പഠിച്ചങ്ങ് വയ്ക്കുക എളുപ്പം. ആദ്യം പറഞ്ഞത് എളുപ്പം. എന്തോ മായാപ്പടുല്ലങ്ക ക്ലീബേ അസ്തസ്തേ ബുധമന്നയോ, പഠിക്കാൻ എളുപ്പം. പ്രയാസമുള്ളതിനൊന്നും കൂടുതൽ പഠിക്കാൻ നിൽക്കേണ്ട. ഇനി ശനിയും ചൊവ്വയും കൂടി ഒരുമിച്ചാലോ, രണ്ടും വല്ലാത്ത ഗ്രഹങ്ങളാണ്. ശനിയും ചൊവ്വയും നമ്മളെപ്പോഴും മോശപ്പെട്ട് പറയുന്ന 2 ഗ്രഹങ്ങളാണ് ശനി ചൊവ്വ. ചൊവ്വയ്ക്ക് ചൊവ്വയുടെ ദോഷവും പറഞ്ഞ്, ശനിക്ക് കാര്യതടസ്സത്തിനെയും പറയുക, ശരീരവേദന, വാദം, ഇങ്ങനെയൊക്കെയുള്ള കാര്യം പറയുന്നതൊക്കെ ശനിയെ കൊണ്ടാണ്. ആക്സിഡന്റ്, അത് ഇത് കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ ചൊവ്വയെ കൊണ്ട്. ഇവർ ഒരുമിച്ചാൽ ദുഃഖാർത്ഥോ അസത്യസന്ധ സവിത്രതനയെ ഭൂമിജയെ നിന്ന് ദശ. അതായത് ദുഃഖത്തിന്റെ സൂചനയാണ്, ദുഃഖ സൂചന ഉണ്ടാകും. പിന്നെ ശനിയും ചൊവ്വയും കൂടി ഒരുമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിമാരുത യോഗം എന്ന് പറയും. എത്രയില്ല? ഇതെല്ലാം 14ാമത്തെ ചാപ്റ്റർ. 14-ല് 3-ല് ലാസ്റ്റ് ലൈൻ. ഇതിനെ കാണാതെ അറിയാന്നുള്ളത്. 14-ലും 3-ല് ലാസ്റ്റ് ലൈൻ. 14-ലും 3-ല് ലാസ്റ്റ് ലൈൻ. ആദ്യം പറഞ്ഞത് അസിതസിത സമാഗമേ അല്പചക്ഷു യുവതി ജനാശ്രയ സംപ്രവൃത്ത എന്ന് പറഞ്ഞത് 14-ല് 5-ല് വരും. ദുഃഖത്തിന്റെ സൂചനയാണ്. ശനിയും ചൊവ്വയും കൂടി ഒരുമിക്കുക, അല്ലെങ്കിൽ പരിവർത്തനം വരിക, അല്ലെങ്കിൽ പരസ്പരം ദൃഷ്ടി വരിക എങ്കിൽ ദുഃഖാർത്ഥോ, ദുഃഖത്തിന്റെ സൂചന, സത്യസന്ധതയില്ലായ്മ, നിന്ദിക്കപ്പെടുക. അത് വളരെ കറക്റ്റാണ്. നമുക്ക് ആവശ്യമായ ബഹുമാനം കിട്ടിയില്ല എന്ന് തോന്നും, അത് ഉറപ്പാണ്. നമ്മൾ എന്ത് ചെയ്തിരുന്നാലും നിന്ദിക്കപ്പെടുക, നിന്നയേ ഉണ്ടാവുള്ളൂ.
നിന്ദിക്കപ്പെടുക, നിന്ദിദശ, നിന്ദിതമായ പ്രവൃത്തിയാണ്. നിന്ദിദശ എന്ന് പറഞ്ഞിട്ടങ്ങ് പോയി. പക്ഷെ അത് വളരെ വളരെ എന്ന് വെച്ചാൽ എനിക്കത് വ്യക്തമായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. നല്ല അനുഭവം ഉള്ളത് കൊണ്ട് പറയുന്നു. നമ്മൾ എന്ത് ചെയ്തിരുന്നാലും ആ ചെയ്തതിൻ്റെ ഒരു 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 റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അംഗീകാരം നമുക്ക് കിട്ടൂല. നിന്ദിതമായിട്ടേ വരുള്ളൂ. നമ്മളെ വിട്ട് ചെയ്യിച്ചിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് കിടക്കും. ആരെങ്കിലും ശനിയും ചൊവ്വയും ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പരിചയപ്പെട്ട വീട്ടിലോ ആരെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മുടെ അമ്മയോ അച്ഛനോ, ഇപ്പൊ നമ്മുടെ അച്ഛനോ അമ്മയോ സഹോദരനോ ആയിരുന്നാലും ശരിയല്ല, നോക്കിക്കൊണ്ടാൽ മതി. നമ്മൾ അവരെ വിട്ടെല്ലാം ചെയ്യിച്ചിട്ട് നമ്മൾ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കിടക്കും. അത് അവരെ അനുഭവിക്കാൻ വേണ്ടി ജനിച്ചവരെന്നേ പറയാൻ പറ്റൂ. ഇത് ഒരുമിച്ച് കൂടരുത്. അഗ്നിമാരുത യോഗമാണ്. ശരീരം ഭയങ്കര ഹീറ്റായിരിക്കും. ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ടാൽ തീർന്നു. ലഗ്നത്തിലേക്ക് വന്നു കൊടുത്താൽ, ലഗ്നത്തിലോ ഏഴിലോ വന്നു കൊടുത്താൽ തീർന്നു എന്നാണ്. ദുഃഖാർത്ഥോ അസത്യസന്ധ സ സവിത്രതനയെ. സവിത്ര സൂര്യൻ, സൂര്യന്റെ പുത്രൻ. ചൊവ്വയെ കുറിച്ച് പറയുമ്പോഴാണ് പറയുന്നത്. ഭൂമിജനുമായിട്ട് ചേർന്നാൽ, ചൊവ്വ ചേർന്നാൽ നിന്ദിദശ. അപ്പോൾ നമ്മളിതിന്റെ അർത്ഥം മാത്രം പഠിച്ചാൽ മതി. ദുഃഖത്തിന്റെ സൂചനയാണ്. കളവിന്റെ ലക്ഷണം ഉണ്ടാവും. കള്ളത്തരം ഉണ്ടാവും. ഒന്നുകിൽ കള്ളം പറയുക, അല്ലെങ്കിൽ കള്ളപ്രവൃത്തി ഉണ്ടാക്കുക. പ്രവൃത്തിയിൽ ഒരു കള്ളത്തിന്റെ ലക്ഷണം ഉണ്ടാവും. അത് ഉറപ്പാണ്. പിന്നെ 10 നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ധനസമ്പാദ്യമൊക്കെ ഉണ്ടാവും. 2 നിന്ന് കൊടുത്താൽ വാക്കിൽ ദോഷം ഉണ്ടാവും. 2 നിന്ന് കഴിഞ്ഞാൽ സത്യസന്ധത ഇല്ലായ്മ വാക്കിലൂടെ വരും. 10 നിന്ന് കൊടുത്താൽ കർമ്മത്തിലൂടെ വരും. കർമാധിപന് നല്ല പണം കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ കണ്ടില്ലേ, വിജിലൻസിന്റെ വാക്യാത്തൊക്കെ ആകാൻ വളരെ ചാൻസ് ഉണ്ടാവും. ആ കർമ്മത്തിൽ സത്യസന്ധത ഇല്ല വരും. അത് നമ്മൾ പാവമായിട്ട് ബന്ധപ്പെടുത്തി പറയണം. ഇത് ശരിക്കും പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ഇതൊക്കെ മനസ്സിലാവൂ. സത്യസന്ധത ഇല്ലായ്മ, എങ്ങനത്തെ സത്യസന്ധത ഇല്ലായ്മ എന്ന് ചോദിച്ചാൽ, 2ലാണ് നിൽക്കുന്നെങ്കിൽ 2ാം ഭാവ സംബന്ധമായ സത്യസന്ധത ഇല്ലായ്മ. കുടുംബദാനത്തിലൊക്കെ കുഴപ്പം വരും. പൂർവ്വ കുടുംബദാനമൊക്കെ കിട്ടാതെയും, വാക്കിൽ ദോഷം വരികയും, വാക്ക് ദോഷം വരാം, കുടുംബദാനത്തിൽ വരാം, ധനത്തിന് ഒരു തൃപ്തിയില്ലായ്മ ഉണ്ടാകാം. 10 നിന്നാൽ കർമ്മത്തിൽ ദോഷം വരാം. 9 നിന്നാൽ ആചാരസ്ഥാനത്ത് ദോഷം വരാം. ഇതൊക്കെ നമുക്ക് നോട്ട് എഴുതാൻ പാടാണ്. ഇങ്ങനെ വിശദീകരിച്ച് നോട്ട് എഴുതാൻ പാടാണ്. 9 എന്ന് പറഞ്ഞാൽ ആചാരാനുഷ്ഠാനം. ആചാരാനുഷ്ഠാനത്തിലൊക്കെ വലിയ ദോഷങ്ങൾ വരും. ഒരു തൃപ്തിയില്ലായ്മ ഉണ്ടാവും. സത്യസന്ധത ഇല്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് പറയാം, നിന്ദിക്കപ്പെടുക. ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരു തൃപ്തിക്കുറവ്, നമുക്കൊരു താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ ഒരു വിശ്വാസക്കുറവ്, അല്ലെങ്കിൽ അവിടെ ഒരു കള്ളത്തരം പോലുള്ള ഇടപാട്, ഇതൊക്കെ വരാം. എന്തോ ചോദിച്ചു. ശനി 10ാം ഭാവത്തിൽ വരുമ്പോ കർമ്മസ്ഥാനം കർമാധിപനും കൂടിയല്ലേ സാർ? അപ്പം ഇതെങ്ങനെ വരുമോ? കർമ്മത്തിന്റെ കാരകത്വം അല്ലേ ഉള്ളൂ. കർമാധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മത്തിന്റെ കാരകത്വം. എന്നിരുന്നാലും നമ്മൾ ഒരു ഗ്രഹം ഒരിടത്ത് വന്നിട്ട് മറ്റൊരു ഗ്രഹമായിട്ട് ചേരുമ്പോൾ സ്വഭാവം മാറും. മറ്റൊരു ഗ്രഹമായിട്ടുള്ള യോഗം വരുമ്പോൾ സ്വഭാവത്തിന് മാറ്റം വരും. യോഗം വരുമ്പോൾ സ്വഭാവത്തിന് മാറ്റം വരും. മനസ്സിലായി. നമ്മുടെ കെമിസ്ട്രിയിൽ ഇങ്ങനെ പറയും, അലുമിനിയം, നിക്കൽ, കോബാൾട്ട്, ഇരുമ്പ്, ഇത് 4 കൂടി ചേർത്താണ് ഡ്യൂറാലുമിൻ നിർമ്മിക്കുന്നത്. ഡ്യൂറാലുമിൻ ഈ വിമാനത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. വിമാനത്തിൽ വരുന്ന ഡ്യൂറാലുമിൻ ഏറ്റവും ഹാർഡൻഡ് സാധനമാണ് ഡ്യൂറാലുമിൻ. 2 മെറ്റൽ ഒരുമിച്ച് കൂടുമ്പോഴും അതിന്റെ സ്വഭാവം, ഒരു മെറ്റൽ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ സിംഗിൾ ആയിട്ടാണെങ്കിൽ അതിന് യാതൊരു ബലവും ഇല്ലെന്നാണ്. ഒരു മെറ്റൽ സിംഗിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ മെറ്റലിനെ കൊണ്ട് ഒരു കാര്യവും നിർമ്മിക്കാൻ പറ്റില്ല. 2 മെറ്റലിന്റെ സങ്കരം, അല്ലെങ്കിൽ 2 മെറ്റലിനെ ഒരുമിച്ച് ചേർക്കാൻ ലോകസങ്കരം എന്ന് പറയും. എടുത്താൽ മാത്രമേ അതാണ് സ്വർണത്തിൽ ചെമ്പ് കൂടി ചേർക്കണം. ചേർക്കാതെ സ്വർണം മാത്രം വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. 2 എണ്ണം കൂടി ചേരുമ്പോൾ സ്വഭാവം മാറും. 2 പ്ലാനറ്റുകൾ തമ്മിൽ യോജിക്കുകയോ പരസ്പരം ദൃഷ്ടി വരികയോ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് മാറിപ്പോകും. അതിന്റെ ക്യാരക്ടർ മാറും. അതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്.
അത് രണ്ടിന്റെ സ്വഭാവം കൂടി ചേർന്ന് മിക്സ് ആയിട്ട് വരും. ദുഃഖാർത്ഥോ എന്ന് പറഞ്ഞു. ദുഃഖം എന്ന് പറഞ്ഞാൽ ശനിയുടെ സ്വഭാവം. ശനിയും ചൊവ്വയാണ് ചേരുന്നത്. ദുഃഖാർത്ഥോ ശനിയുടെ സ്വഭാവം. സത്യസന്ധതയില്ലായ്മ ചൊവ്വയുടെ സ്വഭാവം. നിന്ദിതമായ പ്രവൃത്തി, നിന്ദിതം വരുന്നതൊക്കെ ചൊവ്വയുടെയും ശനിയുടെയും ക്യാരക്ടറാണ്. അങ്ങനെ വരും. ഇതിനെ ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. കാണാൻ പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഞാൻ എഴുതുമ്പോൾ നോട്ട് തരുമ്പോഴും പരമാവധി എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നില്ല. ഇനി ശനിയും ചന്ദ്രനും കൂടി വേറെ ഒരിടത്ത് പറയുന്നുണ്ട്. ശനിയും ചന്ദ്രനും കൂടി 7 വന്നാൽ വേറെ ഒരു കാര്യം പറയുന്നുണ്ട്. സാർക്കി പുനർപൂസുതം. ഒരുപാടിടത്ത് അവിടെ എവിടെ വരുന്നതിനെല്ലാം കൂടി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ അർക്കി പുനർപൂസുതം. അർക്കി പുനർപൂസുതം. ചന്ദ്രൻ ശനിയുമായിട്ട് യോഗം ചെയ്താൽ രണ്ടാമത് വേൾക്കപ്പെട്ടവന്റെ പുത്രനായിരിക്കും എന്നും പറയുന്നു എന്നാണ് ബുക്കിൽ പറയുന്നത്. പുനർപൂസുതം. സ അർക്കി പുനർപൂസുതം. സുതം, സുതൻ എന്ന് പറഞ്ഞത് രണ്ടാമത് വേൾക്കപ്പെട്ടവളുടെ മകൻ അല്ലെങ്കിൽ മകളായിരിക്കും. പക്ഷെ നമ്മൾ കണ്ടുവരുന്നത് 7 ബന്ധപ്പെട്ടാൽ 2 വിവാഹം ഉറപ്പ്. ഒരു ജാതകം ഞാൻ പറഞ്ഞുതരാം, ഒന്ന് പ്രത്യേകിച്ച് കേട്ടോളൂ, കേട്ടാൽ മാത്രം മതി. മകര ലഗ്നം കേട്ടോളൂ, എല്ലാവരും കേട്ടോളൂ. അപ്പോൾ ശനി ആര്? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് ലഗ്നാധിപനാണെങ്കിൽ ഒരു ദോഷവും ചെയ്യൂല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. മകര ലഗ്നം, അത് ശനി നിൽക്കുന്ന കുംഭത്തില്. അപ്പോൾ ബലമുണ്ടോ? ബലമില്ലേ? ബലമുണ്ട്. ഇതിനപ്പുറം ബലത്തിന്റെ ആവശ്യമില്ല. ഒന്ന് ലഗ്നാധിപൻ എന്നുള്ള വെയിറ്റ് അതിന് കിട്ടി. കുംഭത്തിൽ നിൽപ്പുണ്ട്. അവിടെ ഒരു പാപഗ്രഹത്തിന്റെ ദൃഷ്ടിയും ഇല്ല. കുംഭത്തിൽ നിൽപ്പുണ്ട്. ചന്ദ്രൻ മേടത്തിൽ നിൽക്കുന്നുണ്ട്. ചന്ദ്രൻ ആര്? ചന്ദ്രൻ ആര്? 7ാം ഭാവാധിപൻ. 7ാം ഭാവം. അപ്പോൾ ശനി ലഗ്നാധിപൻ, ചന്ദ്രൻ 7ാം ഭാവം. ശുക്ലപക്ഷ ത്രയോദശി തിരി. ശുക്ലപക്ഷ ത്രയോദശി. ഇനി ഇതിനപ്പുറം ബലം വേണോ? പക്ഷബലം ഇതിനപ്പുറം വേണമോ? വേണ്ട. നല്ല ബലവാനാണ്. ശുക്ലപക്ഷ ത്രയോദശി. ഈ ശനി ചന്ദ്രനെ വീക്ഷിക്കുന്നു, അത്രയേ ഉള്ളൂ. ചന്ദ്രൻ ശനിയെ വീക്ഷിക്കുന്നില്ല. ഒരു വീക്ഷണം, അത് ലഗ്നാധിപതിയാണ്, അങ്ങോട്ട് വീക്ഷിക്കുന്നു, അത്രയും മാത്രമേ ഉള്ളൂ. ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ശനി ചൊവ്വയെ വീക്ഷിക്കുന്നു. ഒരാള് ലഗ്നാധിപതി, ഒരാള് 7ാം ഭാവപതി. അത് മറക്കരുത്. വേണമെങ്കിൽ ഒന്ന് വരച്ചിടുക. ചിലർക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു പെട്ടെന്ന് ഒരു രാശിചക്രം വരച്ചിടുക. അല്പം ലേറ്റായാലും കുഴപ്പമില്ല, നമുക്ക് പഠിക്കുന്ന ക്ലിയർ ആ പോകും. മകര ലഗ്നം, കുംഭത്തിൽ ശനി, മേടത്തിൽ ചന്ദ്രൻ. മേടത്തിൽ ചന്ദ്രൻ. സൂര്യനെ വൃശ്ചികത്തിലിട്ടുണ്ട്. സൂര്യനെ വൃശ്ചികത്തിലിട്ടുണ്ട്. ഒരു മാരേജ് ഫിക്സ് ചെയ്ത് അത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടെടുത്തൊക്കെ റെഡിയാക്കി അത് പോയതിനു ശേഷം അടുത്ത മാരേജ് മൈക്ക് ഉടൻ ഓഫ് ചെയ്യണം. ഒരു മാരേജ് ഫിക്സ് ചെയ്ത് അത് നടക്കാതെ വേറെ ഒരു മാരേജ് നടക്കും. ഇവിടെ പരസ്പരം ദൃഷ്ടിയില്ല. രണ്ടുപേരും ഒന്നിനൊന്നിന് ബലവാന്മാരാണ്. ഒരു സൈഡ് ദൃഷ്ടിയുള്ളൂ. എന്നിട്ട് പോലും അതിന്റെ സ്വഭാവം ഉണ്ടായി. വരാനുള്ള കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഒരാൾ ലഗ്നാധിപതി, ഒരാൾ 7ാം ഭാവതി. അപ്പോൾ രണ്ടും കൂടി 7ൽ നിൽക്കണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. ലഗ്നാധിപതിയും 7ാം ഭാവതിയായിട്ട് എവിടെയെങ്കിലും ദൃഷ്ടി പതിച്ചാലും മതി. ഇതൊക്കെ ഫലം പറയുന്ന കാര്യത്തിലാണ് നല്ല പ്രയാസം വരുന്നത്. ശനിയും ചന്ദ്രനും കൂടി ഒരുമിച്ചാൽ രണ്ടാമത് വേൾക്കപ്പെട്ടവന്റെ പുത്രനാകാം, രണ്ടാമത് വേൾക്കപ്പെട്ടവളുടെ പുത്രനാകാം, അല്ലെങ്കിൽ 2 വിവാഹം നടക്കാനും ചാൻസ് വരും. ഒന്നിനെ വിട്ടിട്ട് വേറെ ഒന്ന്, പുനർപൂസുതം, ഡൈവേഴ്സ് വരാം. അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നേക്കാം. അത് ഓരയില്
പാപത്വത്തിനെ കുറിച്ച് പഠിക്കുമ്പോഴേ അത് ക്ലിയറായി മനസ്സിലാവുള്ളൂ. ഈ ക്ലാസ്സിലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു 4-5 ക്ലാസ് പറയേണ്ടി വരും. സാറേ രണ്ട് ശ്ലോകം. രണ്ടാമത് വേർക്കപ്പെട്ടവളുടെ പുത്രനാവാം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല സാറേ. അമ്മയുടെ രണ്ടാമത്തെ വിവാഹത്തിലൂടെ ജനിച്ച സന്തതി. ഓഹോ മനസ്സിലായി. സാറേ നക്ഷത്രം ഏതാ സാറേ? നക്ഷത്രം ഭരണി. തൊണ്ണൂറ്റിയഞ്ച് ഡിസംബർ 4 10:55 AM. അടിച്ചു നോക്കുക. 95 ഡിസംബർ 4 10:55 AM. വെറുതെ പറയൂല, വെറുതെ പറയുന്നില്ല. എനിക്ക് എൻ്റെ മനസ്സിനകത്തൊരു 100-150 ജാതകമെങ്കിലും എൻ്റെ മനസ്സിനകത്തുണ്ടാവും. അതിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുമ്പോൾ ഓർമ്മ വരും. ഡാറ്റ ബർത്തും ടൈം ഓഫ് ബർത്തും കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. സാറേ നക്ഷത്രം മാറിയ ഫലം മാറുമോ? നക്ഷത്രം മാറുമ്പോൾ ദശയും അപകാരവും മാറും. ഈ ഫലത്തിൽ മാറ്റം ഉണ്ടാകത്തില്ല. ഫലത്തിൽ മാറ്റമില്ല. ദശയും അപകാരം വെച്ചാൽ ഈ ചന്ദ്രനിൽ ശനിയുടെ അപകാരം വന്നപ്പോൾ ഈ കുഴപ്പം ഉണ്ടായത്. ഓക്കെ. റണ്ണിങ് ചന്ദ്രദശയാണ്. അങ്ങനെ ഉണ്ട്. റണ്ണിങ് ചന്ദ്രദശയാണ് റണ്ണിങ്. ശനിയുടെ അപകാരം വന്നപ്പോൾ സ്വഭാവം കാണിച്ചു. ശനി ലഗ്നത്തിൽ വരികയും ചെയ്തു. ലഗ്നത്തിലോ 2-ലോ, ലഗ്നത്തിലാണ് വന്നത്. ഇതെല്ലാം കൂടി നോക്കിക്കൊള്ളണം. ശനി ലഗ്നത്തിൽ വരികയും ചെയ്തു വെച്ചാൽ ഗോചരാൽ വന്നു എന്നാണ്, ചാരവശാൽ. ഇനി രവിജേന ധാതു കുശലം ഭാണ്ഡപ്രകാരേഷു. സൂര്യൻ രവിയുമായിട്ട്, സൂര്യനും പിന്നെ ശനിയും കൂടി ഒരുമിച്ചാൽ ധാതു കുശലം, ധാതുക്കളുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുണ്ടാവാം. പാണ്ഡപ്രകാരേഷു. പാണ്ഡക്കെട്ട് എന്ന് വെച്ചാൽ എന്താണ്? പാണ്ഡങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട തൊഴിലുണ്ടാവും. പാണ്ഡം വസ്ത്രപരമായിട്ടോ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെ നടത്താം? നമുക്ക് അവിടെയാണ് പോയിന്റ്. ഒന്ന് ധാതു കുശലം, വസ്ത്രം, മരുന്ന്, അങ്ങനെ എന്തെങ്കിലൊക്കെ. ആയുർവേദോ വസ്ത്രമോ? ആയുർവേദം, വസ്ത്രം, മരുന്ന്. രവിജേന ധാതു കുശലം, ധാതുക്കളുമായിട്ട് ബന്ധപ്പെട്ട നല്ല തൊഴിലുകൾ, കുശലത, അതിൽ നല്ല താല്പര്യം ഉണ്ടാകും. ധാതുക്കളുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലും വിദ്യാഭ്യാസവും തൊഴിലും ഒക്കെ ഉണ്ടാകാം. പിന്നെ ഹാർഡ്വെയറാണ് സാറേ. കമ്പി, ഇരുമ്പ് കമ്പി, ഹാർഡ്വെയറുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുള്ള ഇരുമ്പ് കമ്പി, ഇരുമ്പ്. ശനിക്ക് ഇരുമ്പിന്റെ കാരകത്വം ശനിക്കുണ്ട്. സൂര്യന് കല്ലിന്റെ കാരകത്വമുണ്ട്. കല്ല്, ഇരുമ്പ് ആയിട്ട് ബന്ധപ്പെട്ടതും ധാതുക്കളുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യാം. പിന്നെ ഈ പാണ്ഡപ്രകാരേഷു എന്ന് പറഞ്ഞാൽ, പാണ്ഡക്കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു പാണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സ്വർണം ഇരിക്കാം, വെള്ളി ഇരിക്കാം, പണം ഇരിക്കാം, കല്ലും മണ്ണും ഇരിക്കാം. ഒരുത്തനെ കൊന്ന് അതിന്റെ അവശിഷ്ടങ്ങൾ വെച്ചിരുന്നാലും മതി. നിഗൂഢത എന്താണെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. നിഗൂഢമായ പ്രവൃത്തികൾ ഉണ്ടാകാം എന്നർത്ഥം എടുത്തൂടെ? പാണ്ഡക്കെട്ടും കൊണ്ട് നടക്കണ കണ്ടില്ലേ എന്ന് പറയും. നമ്മൾ പറയും, കുട്ടികൾ കളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാരിപ്പറക്കി, കൊച്ചുങ്ങൾ കളിക്കുമ്പോൾ കളിപ്പാട്ടങ്ങളൊക്കെ കൂടി വാരിപ്പറക്കി കൊണ്ട് നടക്കുമ്പോൾ പറയും, പാണ്ഡക്കെട്ടും കൊണ്ട് നടക്കണ കണ്ടില്ലേ എന്ന് ചോദിക്കും. നിഗൂഢതയുടെ ഒരു ലക്ഷണം കൂടെ ഉണ്ടാകാം. അതാണ് എൻ്റെ അർത്ഥം. ഒരു നിഗൂഢത ഉണ്ടാവും. ക്യാരക്ടർ സൈഡിൽ നമുക്ക് പറയാൻ കഴിയാത്ത രീതിയിലുള്ള ക്യാരക്ടർ ഉണ്ടാവും. നമുക്ക് ആളിനെ ഒന്നും അളക്കാൻ പറ്റൂല. 10-ാം ഭാവത്തിലൊക്കെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ തൊഴിലിൽ നിഗൂഢതയൊക്കെ വരും. ഈ രണ്ടുപേരും പരസ്പരം ശത്രുക്കളാണ്. അച്ഛനും മോനുമാണ്. സൂര്യന്റെ പുത്രനാണ് ശനിയെങ്കിലും രണ്ടുപേരും ശത്രുക്കളാണ്. രവിജേന ധാതു കുശലം ഭാണ്ഡപ്രകാരേഷു. രവിജേന, രവിജൻ, രവിയുടെ പുത്രനുമായി ചേർന്നാൽ ധാതു കുശലം, ധാതുക്കളുമായി ബന്ധപ്പെട്ട തൊഴിലോ,
പ്രവർത്തികളോ ഉണ്ടാകാം. പാണ്ഡക്കെട്ടുമായി ബന്ധപ്പെട്ട തൊഴിലുകളോ നിഗൂഢത നിറഞ്ഞ കാര്യങ്ങളിലോ ഇടപെടാൻ ഇടവരും. നിഗൂഢത നിറഞ്ഞ കാര്യങ്ങളിൽ ഇടപെടാൻ ഇടവരും. ഇനി ശനി 7 വന്നാലും ശനി 7 വരികയും അവിടെ ഒരു പാപൻ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഓരോന്ന് പഠിച്ചിട്ടുണ്ട്. സൂര്യൻ 7 വന്നാൽ ഉത്സൃഷ്ടാതരണോ, ഭർത്താവിനാൽ അല്ലെങ്കിൽ ഭാര്യയാൽ ഉപേക്ഷിക്കപ്പെട്ട. ചന്ദ്രൻ 7 വന്നാൽ ഈർഷ്യ, തീവ്രമതോ മതേ, പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവുക, സെക്സിലൊക്കെ ഭയങ്കര താല്പര്യം വരിക, ദേഷ്യം വരിക എന്ന് പറയും. ചൊവ്വ 7 വന്നാൽ ബാല്യത്തിലെ വിധവയാകുന്നതാണ്. ബുധൻ 7 വന്നു കഴിഞ്ഞാൽ എന്ത് പറയുന്നു, നർമ്മജ്ഞ എന്നാണ് പറയുന്നത്. നർമ്മ ഗുണം സ്വഭാവം ഉണ്ടാവും. പിന്നെ ശത്രുക്ഷേത്രമായിട്ട് 7 വന്നു കഴിഞ്ഞാൽ ഭാര്യയുടെ സ്വഭാവമൊക്കെ മോശമായിരിക്കും. വ്യാഴം 7 വരണം, നല്ലതാണ്. എന്തോന്നും വ്യാഴം 7 വന്നു കഴിഞ്ഞാൽ പിതൃത്വം അധിക, പിതാവിനെക്കാളും കൂടുതൽ ബലം കുടുംബത്തിലുണ്ടാവും. ശുക്രൻ 7 വന്നാൽ എന്തോന്ന്, ശുക്രൻ 7 വന്നാൽ എന്ത് പറയും? കാമാസക്തി കൂടുതൽ. ശ്ലോകം പ്രിയ കലകോ ഹസ്തഗതേ സുരദേപ്സു, പ്രിയ കലകം ഉണ്ടാവും, കാമാസക്തി കൂടുതലായിരിക്കും. അതുപോലെ ശനി 7 വന്നാൽ എന്ത് പറയാം? ശനി 7 വരികയും അവിടെ ഒരു പാപന്റെ യോഗമോ വീക്ഷണമോ വരികയും ചെയ്താൽ വിവാഹം നടക്കില്ല. നടക്കാതെ ജരാനര ബാധിക്കാം, അല്ലെങ്കിൽ ജരാനര ബാധിച്ച് വിവാഹം നടക്കാം. രണ്ടും പറയാറുണ്ട്. വിവാഹമാകാതെ ജരാനര ബാധിക്കും. കന്യൈ വാ അശുഭ വീക്ഷിതേ അർക്കതനയെ, അശുഭ വീക്ഷിതനായ അർക്കതനയൻ ദ്വിനേ എന്ന് വെച്ചാൽ 7 നിന്നാൽ ജരാം ഗച്ഛതി, ജരാനര ബാധിക്കും. കന്യൈ വാ അശുഭ വീക്ഷിതേ അർക്കതനയെ, കന്യൈ വാ അശുഭ വീക്ഷിതേ അർക്കതനയെ, ദ്വിനേ 7 അർക്കതനയൻ ശനി അശുഭ വീക്ഷിതന്റെ ബന്ധത്തോടു കൂടി നിന്നു കഴിഞ്ഞാൽ, എന്നാൽ 7 ശനി നിൽക്കുകയും അവിടെ ഒരു പാവൻ നോക്കിയാലും മതി, നിന്നാലും മതി, ശനി ഒറ്റയ്ക്ക് വരരുത്. വന്നു കഴിഞ്ഞാൽ ജരാം ഗച്ഛതി, ജരാനര ബാധിക്കും, വിവാഹമാകാതെ. സാറേ ഹോരയിൽ എത്രയാ സാറേ ഇത്? ദ്വിനേ ജരാം ഗച്ഛതി കന്യൈവ അശുഭ വീക്ഷിതേ അർക്കതനയെ ദ്വിനേ ജരാം ഗച്ഛതി. 22 8 4 ലൈൻ. 22 8 4. വീട്ടിൽ പോയി നോക്കിക്കൊണ്ടാ, ഇപ്പോഴൊന്നും എടുത്തിട്ട് നോക്കണ്ട, കറക്റ്റ് ആയിരിക്കും. 22 8 4. അതെ, കറക്റ്റാ. പിന്നെ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാമെന്ന്, 7 ശനി നിൽക്കുകയും അതിനെ ഒരു പാവൻ വീക്ഷിക്കുകയും അല്ലെ കൂടെ നിൽക്കുകയും ചെയ്താൽ വിവാഹമാകാതെ ജരാനര ബാധിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ കണ്ടന്റ് എന്താണ് അവിടെ നിന്ന്? ലേറ്റ് മാറിയായിരിക്കും സാറേ. അതല്ല, അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു എന്നുള്ളത് കോമൺ ആയിട്ട് ഒരു കോമൺ അപ്രോച്ച്. ഒരു പാപൻ ഒറ്റയ്ക്ക് നിന്നു ഒന്നും ചെയ്യില്ല. ശരിയാവത്തില്ല, പക്ഷെ ബാക്കി കാര്യങ്ങളിലൊക്കെ നടന്നു പോകും. അതായത് കല്യാണം നടക്കത്തില്ലെന്നാണ്. ഇല്ല, ഒരു പാപൻ 7 നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് വൈദവ്യം നടക്കാനോ വിവാഹത്തിനെ മറിക്കാനോ കഴിയില്ല. അവനെ ഒരുത്തം കൂടി നോക്കുകയോ ഒരുത്തം കൂടി നിൽക്കുമ്പോഴേ കുഴപ്പമുള്ളൂ. നമ്മൾ ഈ കൊച്ചു പിള്ളേരുണ്ട്, പയ്യന്മാരിങ്ങനെ സ്കൂളൊക്കെ വിട്ട് വീട്ടിൽ വരുന്ന സമയത്ത്, പണ്ട് നമ്മളൊക്കെ പഠിക്കുമ്പോൾ ബസ്സിനും കാറിലും ഒന്നും പോകില്ല, നമ്മൾ നടന്നേ പോവുള്ളൂ. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നല്ല മിടുക്കനായിരിക്കും. ഒന്നുകൂടെ ഉണ്ടെങ്കിൽ വഴിയിൽ കാണുന്ന പട്ടിയെയും കല്ല് പറക്കി എറിഞ്ഞ്, കാണുന്ന ചെടികളെയും അടിച്ചു തൊഴിച്ച്, ഇലയും അടിച്ചു തൊഴിച്ച്, മാവിലും മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കല്ലൊക്കെ പറക്കി എറിഞ്ഞ് ഉള്ള കുശറണ്ടമെല്ലാം കാണിക്കും.
ഒന്നിനൊന്ന് കൂടുമ്പോഴേ കുഴപ്പമുണ്ട്. ഒരു പാപൻ ഒറ്റയ്ക്ക് 7 നിന്നാൽ ഒന്നും ചെയ്യൂല. അവന്റെ കൂടെ ഒന്നുകൂടെ കയറുമ്പോഴോ ഒരുത്തന്റെ ദൃഷ്ടിയോ വരുമ്പോഴേ അവൻ കുഴപ്പമുണ്ടാക്കുള്ളൂ എന്നർത്ഥം. ഇങ്ങനെയാണ് മീൻ ചെയ്യേണ്ടത്. ജാതക ആദേശം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തോന്നു? പാപ ഈക്ഷിതോവ, പാപ ഈക്ഷിതോവ എന്ന് പറയുന്നുണ്ട്. പാപേക്ഷിതോവ യതി ബലരഹിത. പാപന്മാർ 7 നിൽക്കുകയോ 7 നിൽക്കുന്ന പാപനെ ഒരു പാപൻ വീക്ഷിക്കുകയോ ചെയ്താൽ പാപന്മാർ 7 നിൽക്കണം. അത് ഏതർത്ഥത്തിൽ പറയുന്നു എന്നറിയില്ല. ഒരു പാപൻ ഒറ്റയ്ക്ക് 7 വന്നു എന്നുകൊണ്ട് വലിയ ദോഷം ഒന്നും ചെയ്യൂല. 2 എണ്ണം വരണം, അല്ലെങ്കിൽ ഒരുത്തം നിന്നിട്ട് ഒന്നുകൂടി ദൃഷ്ടി ചെയ്യണം. അപ്പോഴേ അവിടെ കുഴപ്പം വരുള്ളൂ. ഇതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. ചൊവ്വ ഒറ്റയ്ക്ക് 7 നിന്നുകൊണ്ട് കുഴപ്പമില്ല. ചൊവ്വയും രാഹുവും കൂടി നിന്നാൽ മതി, അല്ലെങ്കിൽ ചൊവ്വയും സൂര്യനും കൂടി നിന്നാൽ മതി, അല്ലെങ്കിൽ ചൊവ്വ 7 നിന്നിട്ട് സൂര്യൻ വീക്ഷിച്ചാലും മതി. എനിക്ക് കുഴപ്പം തന്നെയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ 2 എണ്ണം 7 വീക്ഷിച്ചാലും മതി, എന്നാൽ കുഴപ്പം വരും. ഒരു ശുഭഗ്രഹം നിന്നാലോ സാറേ? ഇപ്പം 7 ശനിയും ഗുരുവും നിന്നാലോ? മിശ്രൈ പുനർഭൂപവേദ് 1998-99 വരും അല്ലേ? 81 സാറേ. 81 ശനി അവിടെ വരൂല്ലല്ലോ. ശനി അവിടെ മേടത്തിൽ വരില്ല. ശനി കന്നിയിൽ വരും. അവിടെ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ അത് 7-ാം ഭാവമാണെങ്കിൽ മിശ്രൈ പുനർഭൂപവേദ് 2 വിവാഹം നടക്കാൻ ചാൻസ് വരും. ഒന്ന് വിട്ടിട്ട് വേറെ ഒന്ന് നടക്കും. ഒരു ഡൈവേഴ്സ് വരാനോ അല്ലെങ്കിൽ മാരേജ് എല്ലാം ഫിക്സ് ചെയ്ത് വച്ചിട്ട് അത് പോയി വേറെ ഒന്ന് നടക്കാനോ ചാൻസ് വരും. ഇതൊക്കെ ഈ പറഞ്ഞ 8-ല് 22-ല് 8-ലും 9-ലും വരുന്നുണ്ട്. 22-ല് 8-ലും 9-ലുമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അത് തറവായിട്ട് പഠിച്ചു പറ്റുള്ളൂ. ഒരു 4-5 ക്ലാസ് വേണ്ടി വരും. അതിൽ പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത്. എന്തോന്ന് 9-ലാണ് പറയുന്നത്. ക്രൂരേ ഹീനബലെ അസ്തകെ സ്വപദിന സൗമ്യക്ഷിത പ്രോഷിത ആഗ്നേയർ വിധവ അസ്തരാശിസ്ഥിത മിശ്രൈ പുനർഭൂപവേദ് ക്രൂരേ ഹീനബലെ അസ്തകെ സ്വപദിന സൗമ്യക്ഷിത പ്രോഷിത. ബലഹീനനായ പാപനെ ശുഭൻ വീക്ഷിച്ചാൽ ഉള്ള ദോഷമാണ് ഇപ്പൊ പറഞ്ഞത്. സൗമ്യക്ഷിത പ്രോഷിത, വിവാഹം വിട്ടിട്ട് വേറെ വിവാഹം നടക്കും. ശരി, പോട്ടെ. ഇത്രയൊന്ന് എഴുതിയിട്ട് അടുത്ത് നോക്കാം. ഡീറ്റെയിൽ പഠിക്കുമ്പോൾ ഒരുപാട് സമയം പോവും. ദ്യുഗ്രഹയോഗം ശനി ബുധനുമായി യോജിക്കുകയോ അവർ തമ്മിൽ പരസ്പരം ദൃഷ്ടി വരികയോ പരിവർത്തനം വരികയോ ശനിയും ബുധനും പരിവർത്തനം വരികയോ ചെയ്താൽ പരവഞ്ചനയിൽ താല്പര്യം, വ്യക്തമായ ധർമ്മമില്ലായ്മ,
വ്യക്തമായ ധർമ്മമില്ലായ്മ, അല്ലെങ്കിൽ ഏത് ധർമ്മവും പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ ഏത് ധർമ്മവും പ്രകടിപ്പിക്കുക, തുടങ്ങിയ ഗുണങ്ങൾ ഉണ്ടാകും. മൃദുന 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 മായ പടുല്ലംഘക മായ പടു മൃദുന മായ പടു ഇല്ല അം ഖ ഖ ഉല്ലംഘക. ആദ്യത്തെ ക ഘടികാരം എന്നുള്ള ക, രണ്ടാമത്തത് ആദ്യത്തെ ക. ഉല്ലംഘക എന്ന് എഴുതുമ്പോൾ മായ പടു ഇല്ല അം ക വന്നിട്ട് ഘടികാരത്തിന്റെ ക. അടുത്തെഴുന്ന ക ആദ്യത്തെ ക, കലം എന്നുള്ള ക. മായാപ്പടു ഉല്ലംഘക. ഓര 14 4 രണ്ടാമത്തെ ലൈൻ. 14 4 ഒരു കൈ 12 എന്നിട്ടാ മതി. ഓരൊക്കെ ഹെച്ച് എന്ന് എഴുതിക്കൊണ്ട് പോയത്. ഹെച്ച് 14 4 രണ്ടാമത്തെ ലൈൻ. സാറേ ഈ ശനിയും ബുധനും കൂടെ മീനത്ത് നിന്നാൽ എങ്ങനെയുണ്ട്? ശനിയും ബുധനും കൂടി നിൽക്കുന്ന ദോഷം കൂടും. ബുധൻ മീനത്തില പൊളിഞ്ഞു. ബുധന്റെ ഇത് കുറവല്ലേ? ലഗ്നം ഏത്? ലഗ്നം ചിങ്ങം. കുഴപ്പം കൂടും. ലൈംഗികമായി പരാജയം ഉണ്ടാവും. ഇൻ ഫ്യൂച്ചർ. ആരെ അറിയാമോ? അങ്ങനെ ഒരാളിനെ അറിയാമോ? അറിയാം. ലൈംഗിക പരാജയം കുറെ കല്യാണം കഴിഞ്ഞ് കുറെ കാലം കഴിയുമ്പോൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടോ? ഉണ്ട്. അവിടെ ശനി നിൽക്കണം എന്നുള്ള ആവശ്യമില്ല. ബുധൻ മാത്രം നിന്ന് കൊടുത്താൽ മതി. ബുധൻ മാത്രം അവിടെ നിന്ന് കൊടുത്താൽ മതി. ചിങ്ങ ലഗ്നത്തിന് ബുധൻ മാത്രം അവിടെ മതി. പക്ഷെ ശനിയും കൂടി നിൽക്കണമെങ്കിൽ പിന്നെ ചോദ്യമില്ല. ശനിയും കൂടെ ഉണ്ടോ? രണ്ടും കൂടെ നിൽക്കുന്ന ആയുസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശനിയെ കൊണ്ടൊരു ദോഷമില്ല. ശനി അഷ്ടമത്തിൽ നിൽക്കുന്ന ആയുസിന് നല്ലത്. ഇനി വേറെ ഉണ്ട്. 7ാം ഭാവപതിയാണ് 8ൽ ചെന്ന് നിൽക്കുന്നത്. എപ്പോഴും ഭാര്യയെ കുറിച്ച് അല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ച് പരിഭവം വന്നുകൊണ്ടിരിക്കും. ചിങ്ങ ലഗ്നമേ പരിഭവം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ്. ഒരു താല്പര്യം കാണില്ല. അതിൽ ഇങ്ങനെയും കൂടി വന്നു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം മാത്രമേ ഉണ്ടാവും. അത് ഒരുപാട് പറയാനുണ്ട്. ഇനിയിപ്പോ സമയമില്ല. അടുത്ത ക്ലീബെ. അടുത്ത ലൈനിൽ ക്ലീബെ അസ്തെ ബുധമന്നയോ. ക്ലീബെ അസ്തെ ബുധമന്നയോ. ക്ലീബെ അസ്തെ ബുധമന്നയോ. ഓര 22 8 രണ്ടാമത്തെ ലൈൻ. ബുധനും ശനിയും 7ൽ വരിക. ബുധനും ശനിയും 7ൽ വരിക. അല്ലെങ്കിൽ രണ്ടുപേരും 7ൽ ദൃഷ്ടി ചെയ്യുക. അല്ലെങ്കിൽ രണ്ടുപേരും 7ൽ ദൃഷ്ടി ചെയ്യുക. രണ്ടുപേരും 7 ദൃഷ്ടി വരിക. എങ്കിൽ ആ വ്യക്തിയോ അദ്ദേഹത്തിന്റെ കളത്രമോ കുടുംബ ജീവിതത്തിൽ വ്യക്തതയില്ലാത്ത ആളോ
കുടുംബ ജീവിതത്തിൽ വ്യക്തതയില്ലാത്ത ആളോ ഷണ്ണനായിട്ടോ ഇരിക്കണം. ഷണ്ണനായിട്ടോ ഇരിക്കണം. അടുത്ത് ശനിയും ശുക്രനും ഒരുമിച്ചാൽ അടുത്ത രണ്ടെന്നിട്ടുണ്ട്. 2 ശനിയും ശുക്രനും ഒരുമിച്ചാൽ ദീർഘവീക്ഷണക്കുറവും ഏതൊരു കാര്യത്തിനും നല്ല കാഴ്ചപ്പാടില്ലാത്ത വ്യക്തിയും സ്ത്രീകളിൽ നിന്നോ സ്ത്രീ സേവയിൽ നിന്നോ വർദ്ധിച്ച ധനം ഉണ്ടാകാനും ഇടവരും. സ്ത്രീ സേവയിൽ നിന്നോ വർദ്ധിച്ച ധനം ഉണ്ടാകാനും ഇടവരും. അത് രണ്ടിൽ തന്നെ വേണമെന്നില്ല, എവിടെയായാലും പോരെ? എവിടെ വന്നാലും മതി. അതിന്റെ ശ്ലോകം പോരാ. 14-5 14-5 ഫസ്റ്റ് 2 ലൈൻ ശ്ലോകം എഴുതണോ? നിങ്ങൾ രണ്ടാമത് എഴുതിക്കൊള്ളുമോ? എഴുതാം സാർ, എഴുതിക്കോളാം. പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സിത സമാഗമേ അല്പചക്ഷു എഴുതാൻ പാടാണ്. 14-5 ഫസ്റ്റ് 2 ലൈൻസ്. അടുത്ത 3 ശനി ചൊവ്വയുമായി യോഗം ചെയ്താൽ അല്ലെങ്കിൽ പരസ്പരം ദൃഷ്ടി വന്നാൽ അല്ലെങ്കിൽ പരിവർത്തനം വന്നാൽ യോഗം ചെയ്താലോ പരസ്പരം ദൃഷ്ടി വന്നാലോ പരിവർത്തനം വന്നാലോ ദുഃഖവും സത്യസന്ധതയില്ലായ്മയും കള്ളത്തരവും മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകും. ഇത് ശനിയും ചൊവ്വയും നിൽക്കുന്ന ഭാവവും അവരുടെ ഭാവാധിപത്യവുമായി ബന്ധപ്പെടുത്തി
ഫലം പറയണം. ഉദാഹരണം, 2 നിന്നാൽ വാക്കിനും ധനത്തിനും ഈ ദോഷം സംഭവിക്കാം. 2 നിന്നാൽ വാക്കിനും ധനത്തിനും ഈ ദോഷം സംഭവിക്കാം. നാലിൽ നിന്നാൽ വാഹനം, വീട്, മാതൃകുടുംബത്തെയൊക്കെ ബാധിക്കും. വാഹനം, വീട്, മാതൃകുടുംബത്തെയൊക്കെ ബാധിക്കും. 10 നിന്നാൽ കർമ്മത്തിനെ ബാധിക്കും. 10 നിന്നാൽ കർമ്മത്തിനെ ബാധിക്കും. അടുത്ത പോയിന്റ് നമ്പർ 8. ശനി ചന്ദ്രനുമായി യോഗം ചെയ്താൽ രണ്ട് പ്രാവശ്യം വേൾക്കപ്പെട്ടവളുടെ പുത്രനാകാം. 2 പ്രാവശ്യം വേൾക്കപ്പെട്ടവളുടെ പുത്രനോ പുത്രിയോ ആകാം. 2 പ്രാവശ്യം വേൾക്കപ്പെട്ടവളുടെ പുത്രനോ പുത്രിയോ ആകാം. ഏഴാം ഭാവവുമായി ബന്ധപ്പെട്ടാൽ 2 വിവാഹം നടക്കാൻ ഇടവരും. 7-ാം ഭാവവുമായി ബന്ധപ്പെട്ടാൽ 2 വിവാഹം നടക്കാൻ ഇടവരും. രണ്ട് വിവാഹമായി 2 വിവാഹം നടക്കാൻ ഇടവരാം. ശ്ലോകം എഴുതിക്കണം. അർക്കി പുനർപൂസുതം. അർക്കി പുനർപൂസുതം 14-ൽ 2-ൽ വരും. 14-ൽ 2-ൽ വരും. രണ്ടിലെ ലാസ്റ്റ് ലൈൻ. അടുത്ത പോയിന്റ്. സൂര്യൻ ശനിയുമായി യോഗം ചെയ്താൽ ഇരുമ്പ് തുടങ്ങിയ ധാതുക്കളുമായി ബന്ധപ്പെട്ട തൊഴിലുകളോ ഇരുമ്പ് തുടങ്ങിയ ധാതുക്കളുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ഉണ്ടാകാം. യന്ത്രങ്ങളും കല്ലുകളുമായി ബന്ധപ്പെട്ട തൊഴിലുണ്ടാകാം. യന്ത്രങ്ങളും കല്ലുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ഉണ്ടാകാം. ഇതൊക്കെ സൂര്യന്റെ കാരകത്വം. പ്രവൃത്തികളിലോ വാക്കിലോ
മറ്റ് കാര്യങ്ങളിലോ നിഗൂഢതകൾ ഉണ്ടാകാനും ഇടവരും. പ്രവർത്തികളിലോ വാക്കിലോ മറ്റ് കാര്യങ്ങളിലോ മറ്റ് കാര്യങ്ങളിലോ നിഗൂഢതകൾ ഉണ്ടാകാൻ ഇടവരും. അടുത്ത പോയിന്റ്. ഇത് 14-ല് 1-ല് 4-ാമത്തെ ലൈനിൽ വരും. അടുത്തത് 7-ൽ ശനി നിൽക്കുകയും അതിനെ ഒരു പാപൻ വീക്ഷിക്കുകയും ചെയ്താൽ 7-ൽ ശനി നിൽക്കുകയും അതിനെ ഒരു പാപൻ വീക്ഷിക്കുകയും ചെയ്താൽ ചെയ്താൽ വിവാഹമാകാതെ ജരാനര ബാധിക്കാൻ ഇടവരും. കന്യൈ വാ എഴുതിക്കൊള്ളും. കന്യൈ വാ അശുഭ വീക്ഷിതേ. കന്യൈ വാ അശുഭ വീക്ഷിതേ അർക്കതനയെ ദ്വിനേ ജരാം ഗച്ഛതി. സാർ അത് എത്രാമത്തെ വരികയാണ് സാർ? 22-ല് 8-ല് 4. 22-ാമത്തെ ചാപ്റ്ററിൽ 8-ാമത്തെ ശ്ലോകത്തിൽ 4-ാമത്തെ വരി. ഇനി അടുത്ത് പ്രധാനപ്പെട്ട ചില രാശികളിൽ ശനി നിന്നാലുള്ള ഫലം നോക്കണം. പ്രധാനപ്പെട്ട ചില രാശികളിൽ ആദ്യം ശനി മേടത്തില്. ശനിയുടെ പ്രത്യേകത എന്താണ്? നീചമാണ്. നീചം. മേടത്തില് ശനി എന്നാൽ മൂർഖോ അടന കപടവാൻ വിസുഹൃത്ത് യമജേ. മൂർഖോ അടന കപടവാൻ വിസുഹൃത്ത് യമജേ. മൂർഖൻ എന്ന് പറഞ്ഞാൽ മൂടൻ, ബുദ്ധിയില്ലായ്മ. അടന സഞ്ചാരശീലം. കപടവാൻ കള്ളങ്ങൾ പറയുക. വിസുഹൃത്ത് സുഹൃത്തുക്കളില്ലാതെ വരിക. യമജേ അല്ല, യമേ അജേ യമൻ. ശനി അജേ എന്ന് വെച്ചാൽ മേടത്തിൽ നിന്നാൽ. മൂർഖോ അടന കപടവാൻ വിസുഹൃ യമേ അജേ. യമൻ ശനി അജേ എന്ന് വെച്ചാൽ മേടത്തിൽ നിന്നാൽ മൂർഖോ മൂടനായിരിക്കും. അടന സഞ്ചാരശീലമുള്ളവനായിരിക്കും. കപടവാൻ കള്ളത്തരം ഉണ്ടാവും. വിസുഹൃത്ത് സുഹൃത്തുക്കളില്ലാതെ വരും. ഇത് ശ്ലോകം പഠിച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് തിരിച്ചു പിടിച്ചെടുക്കാം, അല്ലെങ്കിൽ മറന്നു പോകും, പോയിന്റുകൾ മറന്നു പോകും. മൂർഖോ അടന കപടവാൻ വിസുഹൃ യമേ അജേ, അങ്ങനെ എടുക്കണം. യമജേന്ന് കിടപ്പുണ്ട്, യമജേന്ന് എടുക്കരുത്. യമേ അജേ എന്ന് വെച്ചാൽ മേടം. യമേ ശനി. മൂർഖോ ബുദ്ധിയില്ലാത്തനം, മൂടൻ. അടന സഞ്ചാരശീലം. കപടവാൻ കള്ളത്തരം. വിസുഹൃത്ത് സുഹൃത്തുക്കളില്ലാതിരുക. ഇനി വൃശ്ചികത്തിൽ നിന്നാൽ കീടേതു ബന്ധ വധ അക്രമശ.
ശ്ലോകം ഏതാ സാറേ? ശ്ലോകം ഞാൻ ഇവിടെ എഴുതിയിട്ടിട്ടില്ല. ശ്ലോകം കോര 16 30 ഫസ്റ്റ് ലൈൻ. സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ? അതെ, പറയണം. നമ്മുടെ ഈ ശനി മേടത്തിൽ നിന്നാല് 7 കുജനും മന്ദനും കൂടി നിന്നാല് ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതികൾക്ക് ആ ഗ്രഹസ്ഥിതികളുണ്ടാവുന്ന ദോഷത്തെ ന്യൂട്രലൈസ് ചെയ്യാൻ അല്ല ഇല്ലാതാക്കാൻ പറ്റിയ മറ്റേതെങ്കിലും ഗ്രഹസ്ഥിതി ഉണ്ടാവുമോ? അതായത് ഒരു ഗ്രഹത്തിന്റെ ഫലത്തിനെ ഇല്ലായ്മ ചെയ്യാൻ മറ്റൊരു ഗ്രഹത്തിന് കഴിയില്ല. പക്ഷേ അത് 7-ാം ഭാവം പഠിക്കുമ്പോൾ മനസ്സിലാവും. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞു, ചോദിച്ചുകൊണ്ട് ഇടയിൽ കയറി പറയുകയാണ്, പെട്ടെന്ന് തീർക്കണം. അതായത് ആഗ്നേയർ വിധവ ഹസ്തരാശി സ്ഥിതൈ മിശ്രൈ പുനർഭൂപവേത് എന്ന് 22 9ാമത്തെ പ്രമാണത്തിന്റെ ഫസ്റ്റ് ലൈന്. ആഗ്നേയർ വിധവ ഹസ്തരാശി സ്ഥിതൈ, പാപന്മാർ 7 നിന്നാൽ വിധവയായി ഭവിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഭാവത്തില് പാവഗ്രഹങ്ങൾ നിൽക്കാൻ വിധവയാകും. വിധവയാകുക എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ കൊല്ലുക. ഭർത്താവ് മരിച്ചാൽ മാത്രമേ വിധവ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല. ഒളിച്ചോടിപ്പോയെന്നോ ബന്ധം പുലർത്തിപ്പോയെന്നോ പറഞ്ഞാൽ വിധവ സർട്ടിഫിക്കറ്റ് കിട്ടൂല, മരിക്കണം. അപ്പോൾ ഭർത്താവിനെ കൊല്ലാനുള്ള കഴിവ് ആ പാവനുണ്ട് എന്നർത്ഥം. ശരിയാണല്ലോ? ശരി തന്നെ. അതെ. എന്നിട്ട് ആ വരിയിൽ ഉടൻ പറയുന്നു, ഉടൻ പറഞ്ഞ് തീർന്നിട്ട് ഉടൻ അതേ വരിയിൽ ആഗ്നേയർ വിധവ ഹസ്തരാശിസ്ഥിതി മിശ്രൈ പുനർഭൂപവേത്. മിശ്രമായി വന്നാൽ 7-ാം ഭാവത്തിൽ മിശ്രമായി വന്നെന്ന് വെച്ചാൽ, മിശ്രിതം എന്ന് വെച്ചാൽ 2 കൂടി ചേർക്കണം. പാലില് വെള്ളം ചേർത്താൽ മിശ്രിതം എന്ന് പറയും. മിശ്രിതം ഒന്നിലധികം പാപന്മാർ ചേർന്ന ഇല്ല. മിശ്രിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുഭനും പാപനും കൂടെ ഒരുമിച്ച് വരിക. മിശ്രൈ ശുഭനും പാപനും കൂടെ 7 വന്നാൽ പുനർഭൂപവേത്, ഭർത്താവിനെ കൊല്ലാൻ പറ്റൂല. അതിന് പകരം ഒന്നിന് 2ാമത്തെ മാരേജ് നടക്കും. ഒന്നിന് ഡൈവേഴ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെപ്പറേഷൻ, മെന്റൽ സെപ്പറേഷൻ, ഫിസിക്കൽ സെപ്പറേഷൻ, ലീഗൽ സെപ്പറേഷൻ, എനി കൈൻഡ് ഓഫ് സെപ്പറേഷൻ വിൽ ബി ഹാപ്പൻഡ്. ഒരു സെപ്പറേഷൻ ഉണ്ടാകും. അപ്പോഴവിടെ വരുന്നത് കൊലയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഈ ആദ്യം കൊലയ്ക്ക് കൊടുത്തത് ആരാണ്? ഒരു പാപൻ നിന്നപ്പോഴാണ് മരണം ഉണ്ടായത്. പാപൻ 1 അല്ലെങ്കിൽ 2. 7 പാപൻ നിന്നപ്പോൾ ഭർത്താവ് മരിച്ചു. ശുഭനും കൂടി ചേർന്ന് വന്നപ്പോൾ കൊല്ലാൻ പറ്റണില്ല, കൊന്നിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അവരെ തമ്മിൽ പിരിച്ചു, കൊലയ്ക്ക് കൊടുത്തില്ല. അപ്പോൾ കൊലയ്ക്ക് കൊടുക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ് പറഞ്ഞു? ഇനി ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ശുഭനും കൂടി വന്നത്, ശുഭന്റെ ദൃഷ്ടി അല്ലെങ്കിൽ ശുഭനുള്ളതുകൊണ്ട്, ശുഭനും കൂടി വന്നതാണ് അങ്ങനെ വരാൻ കാരണം. അപ്പോൾ ചോദിച്ചതിന്റെ അർത്ഥം മനസ്സിലായോ? ഫലത്തിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല, പക്ഷെ നിയന്ത്രിക്കാൻ കഴിയും. ശുഭനും കൂടി വരുമ്പോൾ അവിടെ ശുഭന്റെ പ്രസൻസ് കൊണ്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, കൊലയ്ക്ക് കൊടുക്കാൻ പറ്റാതെ അതിനെ ചെയ്യാതെ അതിന് പകരം എന്നാൽ ആ ജോലി ചെയ്യുകയും വേണം. ഈ മറ്റേ ഗ്രഹത്തിന് അത് തുള്ളി നിൽക്കുകയാണ്. ആര്? പാപൻ തുള്ളി നിൽക്കുകയാണ്. അതിന് എന്തെങ്കിലും ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. ഒന്നുകിലും കൊല്ലണം, അല്ലെങ്കിൽ തുലച്ചു കൊടുക്കണം, തുലച്ചിട്ടേ പോവുള്ളൂ. ഈ ശുഭൻ കൂടി വന്നപ്പോൾ കൊല്ലാൻ പറ്റിയില്ല. അതുകൊണ്ടെന്ന് വെച്ചാൽ പിരിച്ചു നിർത്തിയിട്ട് അങ്ങ് പോയി. ഫലത്തിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാൻ കഴിയൂല, പക്ഷേ ദോഷം നള്ളിഫൈ ചെയ്യാൻ പറ്റൂല. ഇറ്റ് വിൽ ബി കൺട്രോൾഡ്, മിനിമൈസ് ചെയ്യാം. നോട്ട് ഇൻ നള്ളിഫൈഡ് ബട്ട് ഇൻ മിനിമൈസ്ഡ്. അതാണ് വേർഡ്. നള്ളിഫൈ മീൻസ് 0 ആക്കുക. ദോഷത്തിന് 0 ആക്കാൻ പറ്റൂല, ബട്ട് മിനിമൈസ്ഡ്, കുറയ്ക്കാം.
സാറേ ശുക്രനും ചൊവ്വയും കൂടെ നിൽക്കുന്നതിന്റെ കൂട്ടത്തിൽ വ്യാഴം കൂടെ നിൽക്കുന്ന പോലെ അല്ലേ? വ്യാഴവും കൂടി നിൽക്കും പോലെ. വ്യാഴം കൂടി നിന്നാൽ ലക്ഷം ദോഷാൽ കണ്ടി ദേവേന്ദ്ര പൂജയെ കേന്ദ്രം പ്രാപ്തോ. അത് തന്നെ അവിടെ വരുന്നു. അപ്പൊ ഇതിന് കാര്യം മനസ്സിലായല്ലോ? കാര്യം മനസ്സിലായില്ലേ? മനസ്സിലായി സർ. അടുത്ത് വൃശ്ചികത്തിലെ ശനി നിന്നാൽ കീടേതു ബന്ധ വധപ ചപലോ അകൃണച്ച. വൃശ്ചികത്തിൽ നിൽക്കുന്നതാണ് ശനി നിൽക്കുന്ന ഏറ്റവും ദോഷം. വൃശ്ചികം നിൽക്കുകയേ ചെയ്യരുത്. കീടേതു ബന്ധ വധപ, ബന്ധനാവസ്ഥ. ബന്ധനാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം കൊറോണ വന്നതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. ജയിലിൽ പോകണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല, ലോക്കായി നിൽക്കുക. 10ാം ഭാവമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വല്ല സസ്പെൻഷനും വരാൻ ചാൻസ് ഉണ്ടാവും. സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ സസ്പെൻഷൻ വരികയോ അല്ലെങ്കിൽ ലീവ് എടുത്ത് വീട്ടിൽ നിൽക്കേണ്ട ഒരവസ്ഥ വരികയോ ഒക്കെ ചെയ്യും. വധവും ഉണ്ടാകാം. ചപലോ, ഒരു സ്ഥിരതയില്ലായ്മ വരാം. ചപലത എന്ന് വെച്ചാൽ സ്ഥിരതയില്ലായ്മ, അസ്ഥിരൻ. അകൃണശ്ച, ഭയമില്ലാത്ത പ്രവർത്തികളൊക്കെ ചെയ്യും. ഭയപ്പെടില്ല, ഭയമില്ലാത്ത പ്രവർത്തികൾ ഉണ്ടാകും. കീടേതു ബന്ധവധവ ചപലോ അകൃണ, ഭയമില്ലാത്ത അവസ്ഥ, ഒരു വ്യക്തതയില്ലാത്ത പ്രവൃത്തി, ബന്ധനാവസ്ഥ, വധം, ബന്ധനം തുടങ്ങിയ അവസ്ഥ, ഒരു സ്ഥിരതയില്ലായ്മ, ഭയമില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും. കീടേതു ബന്ധ വധപ ചപലോ അകൃണശ്ച. കീടരാശി എന്ന് പറഞ്ഞാൽ വൃശ്ചികൻ രാശി. കീടരാശി എന്നാണ് അറിയപ്പെടുന്നത്. കീടേതു ബന്ധനാവസ്ഥ, ബന്ധനം, വധം തുടങ്ങിയ അവസ്ഥ, അകൃണശ്ച ബന്ധനാവസ്ഥ, ചപലോ അകൃണശ്ച ചപലത, സ്ഥിരതയില്ലായ്മ. ഒരു കാര്യത്തിന് ഒരു സ്ഥിരത ഉണ്ടാവില്ല, ഒരു വ്യക്തതയില്ലായ്മ, ഭയമില്ലാത്ത അവസ്ഥ. ഇനി കർക്കിടകത്തിൽ നിന്നാൽ മാതൃഹീനോ അസുതോ, അമ്മയ്ക്കും നല്ലതല്ല പുത്രന്മാർക്കും നല്ലതല്ല. പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. മാതൃഹീനോ അസുതോ സന്താനത്തിന് നല്ലതല്ല. മാതൃഹീനോ, അമ്മയ്ക്കും നല്ലതല്ല. സന്താനത്തിനും നല്ലതല്ല. സിംഹൻ രാശിയിൽ നിന്നാൽ സിംഹേ അനാര്യോ വിസുഖതനയോ വിഷ്ടികൃത്ത്. സിംഹത്തിൽ നിന്നാൽ ഇത് തന്നെ. ആരാലും നമ്മൾ അംഗീകരിക്കപ്പെടാത്ത ഒരവസ്ഥ വരിക. അനാര്യോ, ഒരു അംഗീകാരം കിട്ടാത്ത അവസ്ഥ വരിക. അനാര്യോ വിസുഖതനയോ, സന്താനത്തിന് ദോഷം വരും. വിഷ്ടികൃത്ത്, പാരം വലിക്കുകയാണ്. വിഷ്ടികൃത്ത് എന്ന് പറഞ്ഞാൽ പാരം വലിക്കുക. പാരം വലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അർത്ഥം കൊടുക്കാം. കുടുംബത്തിന്റെ ഉത്തരവാദിത്വം കൂടുതൽ വന്നാലും മതിയാണ്. കുടുംബത്തിന്റെ ഭാരം എല്ലാം കൂടി തോളിൽ ചുമക്കേണ്ടി വരിക, ആ അർത്ഥവും എടുക്കാം. ഭാരം വഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരത്തിനെ വലിച്ചുകൊണ്ട്, കാള വലിക്കും പോലെ വലിച്ചുകൊണ്ട് നടക്കുക എന്നുള്ള അർത്ഥമല്ല. ഉത്തരവാദിത്വ ബോധം കൂടുതലായിരിക്കും. അങ്ങനെ വന്നാൽ മതി. സിംഹേ അനാര്യോ വിസുഖതനയോ വിഷ്ടികൃത്. സിംഹേ അനാര്യോ വിസുഖതനയോ വിഷ്ടികൃത്. സ്ട്രോങ് ഏതാ സാറേ? എല്ലാം 29-ലും 30-ലുമായിട്ട് വരും. ഇല്ല സോറി, 30-ലും 31-ലുമായിട്ട് വരും. ഇതെല്ലാം 30-ൽ വരുന്നതാണ്. 16-ല് 30. അപ്പോൾ ചൊവ്വ മേടത്തിൽ നിന്നാൽ മൂർഖോ അടന കപടവാൻ വിസുഖർ യമേ അജേ. വൃശ്ചികത്തിന് കീടേതു ബന്ധപഥപ ചപലോ അകൃണ. കർക്കിടകത്തില് മാതൃഹീനോ അസുതോ. സിംഹത്തില് സിംഹേ അനാര്യോ വിസുഖതനയോ വിഷ്ടികൃത്ത്. ഇനി വൃശ്ചികത്തിലെല്ലാം ഇടവത്തിൽ നിന്നാൽ വർജ്യ സ്ത്രീഷോ ന ബഹു വിഭവോ പൂരിപാര്യോ പ്രശസ്തേ. ഇവിടെയാണ് നമ്മൾ ചിലപ്പോൾ ഒക്കെ പറയുന്നത്. ഇടവൻ രാശി എന്ന് പറയുന്നത് ശനിയുടെ ബന്ധുക്ഷേത്രമല്ലേ?
ഇടവം രാശി ശനിയുടെ ബന്ധുക്ഷേത്രമല്ലേ എന്ന് ചോദിച്ചു. ആണ്. അതെ അതെ. അതെ. അപ്പോൾ നല്ല ഫലമല്ലേ വരണം. ഉം. ഇവിടെ പറയുന്നത് വർജ്യ സ്ത്രീഷോ മോശമായ സ്ത്രീകളില് താല്പര്യമുണ്ടാവുക. ന ബഹ് വിഭവോ, ന ബഹ് വിഭവം എന്ന് വെച്ചാൽ സാമ്പത്തികമൊക്കെ വളരെ കൂടുതലൊന്നും ഉണ്ടാവില്ല. ബഹുവിഭവം എന്ന് വെച്ചാൽ സാമ്പത്തികം മാത്രമല്ല, മറ്റ് വിഭവങ്ങളൊന്നും അത്ര കൂടുതൽ ഉണ്ടാവില്ല. ഭാര്യയുടെ എണ്ണം കൂടുതലായിരിക്കാം. ഭാര്യയുടെ എണ്ണം കൂടുതൽ ഇപ്പൊ നിയമപ്രകാരം പറ്റൂല. മാരേജ് ഈസ് മോണോഗമി, നോട്ട് പോളിഗമി. പക്ഷെ നിയമമില്ലാതുണ്ടാവും. വൃഷസ്ഥേ, ഇടവൻ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ മോശമായ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടാകും. വിഭവ സമൃദ്ധിയോട് കൂടിയുള്ള അവസ്ഥ ഉണ്ടാവില്ല. വിഭവങ്ങളിൽ പരിമിതമായ വിഭവങ്ങളോട് കൂടിയവനായിരിക്കും. സാമ്പത്തികമോ വസ്തുക്കളോ വകകളോ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഭാര്യയോ അനേകം ഭാര്യമാരുണ്ടാകും. അപ്പോൾ ഒരു നല്ല അവസ്ഥയല്ല പറയുന്നത്. ബന്ധുക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ആചാര്യനെ അറിയാമല്ലോ, ഇടവൻ രാശി എന്ന് പറയുന്നത് ശുക്രന്റെ രാശിയാണ്, ശനിക്ക് ബന്ധുക്ഷേത്രമാണ്. എനിക്ക് പിന്നെ നല്ല ഫലം പറയാത്തത് എന്തിനിങ്ങനെ മോശഫലം പറഞ്ഞു? ഇതാണ് ചില സമയത്ത് നമ്മൾ ബന്ധുക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് എടുക്കാതെയൊക്കെ പോകണം, കൺസിഡർ ചെയ്യാതെ പോണതിന്റെ കാര്യം ഇതൊക്കെയാണ്. വർജ്യ സ്ത്രീഷോ ന ബഹ് വിഭവോ ഊരിപാര്യോ വൃഷസ്ഥേ. ഇത്രയും നേരം ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടാണ്. ബാക്കിയുള്ളത് വലുതായിട്ടൊന്നും കിട്ടില്ല. ഉച്ചത്തിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല നല്ല നേട്ടമേ ഉണ്ടാവുള്ളൂ. എഴുതിക്കൊണ്ടു. ശനി മേടത്തിൽ നിന്നാൽ മൂഢനായും സഞ്ചാരശീലനായും കള്ളത്തരമുള്ളവനായും സുഹൃത്തുക്കളില്ലാത്തവനായും ഭവിക്കും. സാറേ 22 30 16 16 30 ഫസ്റ്റ് ലൈൻ അവിടെയായിട്ട് കയറി ഓരിടത്തും ഉള്ളതിനൊക്കെ നുള്ളിപ്പറക്കി എടുക്കുകയാണ്. ശ്ലോകം മൂർഖോ ഖ നഖം എന്നുള്ള ക, മുഖം എന്നുള്ള ക. മൂർഖോ അടന, കപടവാൻ, വിസുഹൃത്, യമേ, അജേ. മൂർഖോ അടന, കപടവാൻ, വിസുഹൃത്, യമേ, അജേ. അടുത്ത രണ്ടാമത്തത്. വൃശ്ചികത്തിൽ ശനി നിന്നാൽ
ബന്ധനാവസ്ഥ, വധം തുടങ്ങിയ ബന്ധനാവസ്ഥ, വധം തുടങ്ങിയ അവസ്ഥയും സ്ഥിരതയില്ലായ്മയും ഭയമില്ലാത്തനവും ഉണ്ടാകും. സ്ഥിരതയില്ലായ്മയും ഭയമില്ലായ്മയും പറയാം. കീടേതു ശ്ലോകം. കീടേതു ബന്ധ വധ പാക് ചപലോ ആഹൃണശ്ച എന്ന് വെച്ചാൽ കടികാരം എന്നുള്ള ഹായാണ്. ആഹൃണ. കീടേതു ബന്ധ വധ പാക് ചപലോ ആഹൃണ. 16 30 രണ്ടാമത്തെ ലൈൻ. 16 30 രണ്ടാമത്തെ ലൈൻ. അതിൽ 33 ശ്ലോകമുണ്ട്. ഏറ്റവും വലിയ ചാപ്റ്ററാണ്. അത് കർക്കടകത്തിൽ ചന്ദ്രൻ നിന്നാൽ, ശനി നിന്നാൽ മാതാവിനും പുത്രനും നല്ലതല്ല. മാതൃഹീനോ അസുതോ അജ്ഞ. അറിവില്ലായ്മയുണ്ടാവും. 31 3. 16 31 മൂന്നാമത്തെ ലൈൻ. 16 ചാപ്റ്ററിൽ 31 ശ്ലോകത്തില് മൂന്നാമത്തെ ലൈൻ. മാതൃഹീനോ അസുതോ അജ്ഞ. അടുത്ത ചിങ്ങത്തിൽ ശനി നിന്നാൽ ആദരവ് കിട്ടാത്തവനും സന്താന ദുരിതവും ഭാരം വലിക്കുക അല്ലെങ്കിൽ ഉത്തരവാദിത്വം കൂടുതലും പറയാം. അടുത്ത് ശനി ഇടവത്തിൽ നിന്നാൽ മോശമായ സ്ത്രീകളുമായുള്ള ബന്ധം, അനേകം ഭാര്യമാർ,
എല്ലാ വിഭവങ്ങൾക്കും സമൃദ്ധിക്കുറവ്, എല്ലാ വിഭവങ്ങൾക്കും സമൃദ്ധിക്കുറവ് എന്നിവ പറയാം. എല്ലാ വിഭവങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും വിഭവക്കുറവും പറയാം. എഴുതിക്കൊള്ളും. വർജ്യ സ്ത്രീഷ്ടോ, വർജ്യ സ്ത്രീഷ്ടോ. സാറേ ചിങ്ങത്തിന്റെ ഏതാന്ന് എഴുതിയില്ല ശ്ലോകം. ചിങ്ങത്തിന്റെ 16 30 2 പറഞ്ഞു. 16ാമത്തെ ചാപ്റ്റർ 30ാമത്തെ ശ്ലോകത്തില് 2ാമത്തെ ലൈൻ. ഇത് വർജ്യ സ്ത്രീഷ്ടോ ന ബഹുവിഭവോ, വർജ്യ സ്ത്രീഷ്ടോ ന ബഹുവിഭവോ പൂരിപാര്യോ, പൂരിപാര്യോ വൃഷസ്തേ, വൃഷ ഇസ്തേ. അടുത്ത ലൈനിൽ ശനി ഉച്ചത്തിൽ നിന്നാൽ, ശനി ഉച്ചത്തിൽ നിന്നാൽ, ഉച്ചത്തിൽ നിന്നാൽ എന്ന് വെച്ചാൽ തുലാത്തിൽ നിന്നാൽ ഗ്രാമങ്ങളുടെയും പ്രദേശത്തിൻ്റെയും ആധിപത്യവും ഗ്രാമത്തിൻ്റെയും ഒരു പ്രദേശത്തിൻ്റെയും ആധിപത്യവും ധനസമ്പാദനവും പറയാം. ധനസമ്പാദനവും പറയാം. അതായത് പുര ബല ഗ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പുരം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശം, ഒരു ആധിപത്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാവായിരുന്നാൽ മതി, കൃഷി ഓഫീസറായിരുന്നാൽ മതി, വില്ലേജ് ഓഫീസറായിരുന്നാൽ മതി, പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ, MLA, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വരാം. അപ്പോൾ ഒരു പ്രദേശത്തിന്റെ ആധിപത്യം അവിടെ വരും. ഇങ്ങനെയൊക്കെ വരാൻ ഇടവരാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പുര ബല ഗ്രാമ എഴുതിക്കൊള്ളും. സ്വ ഉച്ചേ, ഇത് 31 16ാമത്തെ ചാപ്റ്റർ 31 2ാമത്തെ ലൈൻ. 31 2ാമത്തെ ലൈൻ. സ്വ ഉച്ചേ ഗണ പുര ബല ഗ്രാമ പൂജ്യോ അർത്ഥവാംശ. ഗണ പുര ബല ഗ്രാമ പൂജ്യോ അർത്ഥവാംശ. ഗണ പുര ബല ഗ്രാമ പൂജ്യോ. ഗണം എന്ന് വെച്ചാൽ ജനം എന്നർത്ഥം. ജനങ്ങളാലും ഒരു പ്രദേശത്തിലുള്ള വാസികളാലും പൂജിക്കപ്പെടുന്നവനായിരിക്കും എന്നർത്ഥം. ഗണ പുര ബല ഗ്രാമ പൂജ്യോ അർത്ഥവാംശ. അർത്ഥവാം എന്ന് പറഞ്ഞാൽ അർത്ഥം ധനം. അർത്ഥവാം ഇശ്ച. സ്വ ഉച്ചേ ഗണ പുര ഗ്രാമ പൂജ്യോ അർത്ഥവാംശ. സ്വ ഉച്ചേ ഗണ പുര ഗ്രാമ പൂജ്യോ അർത്ഥവാംശ. അടുത്ത് വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ ശനി നിന്നാൽ ഗ്രാമത്തിന്റെയും ഒരു പ്രദേശത്തിന്റെയും നേതാവായി ഭവിക്കും.
ഉരബല ഗ്രാമങ്ങളുടെ നേതാവായി ഭവിക്കും. 32-ല് 16-ല് 32-ല് രണ്ടാമത്തെ ലൈൻ. 16-ല് 32-ല് രണ്ടാമത്തെ ലൈൻ. പ്രധാനപ്പെട്ടതൊക്കെ ആയിരിക്കും. ഇനി ഒരു കാര്യം കൂടി പറയണേ, നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം. ഈ കണ്ടക ശനി, ഏഴരാണ്ട ശനി എന്ന് പറഞ്ഞാൽ അറിയാമോ? അറിയാം. അത് എങ്ങനെയാണ് കണക്കാക്കുന്നത്? 4-7-10 ശനി വരുമ്പോ കണ്ട ശനി. അതല്ല, എവിടെ നിന്നാണ്? ചന്ദ്രകേന്ദ്രത്തിൽ. ചന്ദ്രകേന്ദ്രത്തില് ശനി, അത് ജാതകത്തില്, നമ്മുടെ ശനി ജാതകത്തില് നമ്മുടെ ചന്ദ്രൻ എവിടെ നിൽക്കുന്നു അവിടെ നിന്ന് ചാരവശാൽ ശനി സഞ്ചരിക്കുന്ന സമയം. 7-ര ശനി എന്ന് പറയുന്നത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ മുന്നില്, ചന്ദ്രന്റെ 12-ലും ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലും അതിന്റെ അടുത്ത രാശിയിലും ശനി സഞ്ചരിക്കുമ്പോൾ 7.5 വർഷമാവും. ശനി ഒരു രാശിയിൽ സഞ്ചരിക്കാൻ എത്ര വർഷം വേണം? 19 വർഷം. 2.5. 2.5 വർഷം. അപ്പോൾ ചന്ദ്രന്റെ 12-ല് ചന്ദ്രൻ നിൽക്കുന്നിടത്ത് അതിന്റെ അടുത്ത രാശിയിൽ, അപ്പോൾ 7.5 വർഷമാവും. അതാണ് 7.5 ശനി എന്ന് പറയുന്നത്. ഇനി ചന്ദ്രന്റെ കേന്ദ്രത്തിൽ ശനി വരുന്നതിനാണ് കണ്ടകം. കണ്ടകം എന്ന് പറഞ്ഞാൽ കേന്ദ്രം എന്നർത്ഥം. കണ്ടക ശനി എന്ന് പറയും. ചന്ദ്രന്റെ കേന്ദ്രത്തിൽ ശനി വരുന്നതിന് കണ്ടക ശനി എന്ന് പറയും. അത് എഴുതണ്ടല്ലോ, അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അറിയാം സാർ. അതിന് പക്ഷെ അതിനേക്കാളും വളരെ ക്ലിയർ ആയിട്ട് വരുന്നത് ലഗ്നത്തിന് നോക്കുന്നത് കുറച്ചുകൂടി കറക്റ്റ് ആയിരിക്കും. ചന്ദ്രനെ പിടിക്കാൻ കാര്യം, ചന്ദ്രൻ മനസ്സിന്റെ കാരകനായതുകൊണ്ട് മാനസികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പറയുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. ചന്ദ്രനെ നോക്കണതിനേക്കാൾ ലഗ്നത്തിന് നോക്കണം. നമ്മൾ ജാതകമൊക്കെ നോക്കുമ്പോൾ ശനി എവിടെ സഞ്ചരിക്കുന്നു എന്ന് ലഗ്നത്തിന് വെച്ച് നോക്കണം. അങ്ങനെ നോക്കിയാൽ കുറെ കൂടി കറക്റ്റ് ആയിരിക്കും. ചന്ദ്രനിൽ നിന്ന് 12, ചന്ദ്രൻ നിൽക്കുന്ന രാശി അതിന്റെ 2-ാം രാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലം 7.5 ശനിയാകുന്നു എന്നെഴുതിക്കൊണ്ടാൽ മതി. ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശി, ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശി അതിന്റെ 12,2, അതിന്റെ 12,2-ൽ ചാരവശാൽ ശനി സഞ്ചരിക്കുന്ന കാലം ചാരവശാൽ ശനി സഞ്ചരിക്കുന്ന കാലം 7.5 വർഷമാകുന്നു. 7.5 വർഷമാകുന്നു. ഈ കാലമാണ് 7.5 ശനികാലം. 7.5 ശനികാലം. ചന്ദ്രനിൽ നിന്ന് 4, 7, 10, ചന്ദ്രനിൽ നിന്ന് 4, 7, 10-ൽ ശനി സഞ്ചരിക്കുന്ന കാലം കണ്ടക ശനിയാകുന്നു. അടുത്ത ലൈനിൽ
ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ ശനി സഞ്ചരിക്കുമ്പോൾ കണ്ടകശനി, ജന്മശനി, ഏഴര ശനി, കണ്ടകശനി, ജന്മശനി, ഏഴര ശനി. എല്ലാ ദോഷവും ഒരുമിച്ച് പറയാം. സമയം ഒരുപാടായി, 10 മണി കഴിഞ്ഞു. നിങ്ങൾക്ക് അത്യാവശ്യങ്ങൾ ഉണ്ടാവും, ഇന്നത്തേക്ക് മതി. ഇനി അടുത്ത ക്ലാസ്സിൽ മകരവും കുംഭവും പഠിക്കാം. നന്ദി സാർ, നന്ദി. ശരി, ഓക്കെ, താങ്ക് യു. നന്ദി സാർ, താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു. നന്ദി സാർ. സംശയം അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ശരി.